പക്ഷെ നമ്മളിവിടെ കേരളത്തിലൊക്കെ പ്രഭാഷണം നടത്തുമ്പോൾ അതന്നെ പറയണം. അയാൾ എന്തൊക്കെയാണ് പറയാൻ പാടില്ല. അതൊക്കെയാണ് ഞാനത് പറയാനുള്ള കാരണം. ഈ വാൽമീകി രാമായണം തന്നെ അത് നമ്മൾ മുഴുവൻ വായിച്ച് അത്യാവശ്യം അർത്ഥങ്ങൾ പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഒരു 11 ദിവസമെങ്കിലും നമുക്ക് വേണം. എന്നാലാണ് പക്ഷെ അത് ഉൾക്കൊള്ളേണ്ടതാണ്. ഏത് തരത്തിൽ വിശ്വാമിത്ര മഹർഷി വന്നു, വസിഷ്ഠ മഹർഷി എങ്ങനെ വന്നു, ഈ കുട്ടികളൊക്കെ ശ്രീരാമസ്വാമിക്കടക്കം വിശ്വാമിത്ര മഹർഷി എന്തൊക്കെ പറഞ്ഞു കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാൽമീകി രാമായണം അതെ വായിച്ചാലാണ് അറിയാം. 24,000 ശ്ലോകമാണ് വാൽമീകി രാമായണത്തിൽ നമുക്ക് ഉള്ളത്. ഇവിടെ നമുക്കിപ്പോൾ കലിയുഗമാണ്. 4 യുഗങ്ങളാണ്: കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതിൽ നമ്മളിപ്പോൾ കലിയുഗത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ദേവന്മാരടക്കം കലിയുഗത്തിൽ വരാൻ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചത് അത്രയും. എന്താ കലിയുഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഭഗവാന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാമജപമാണ്. സദാസമയം നമ്മൾ നാമജപങ്ങൾ ഏതൊക്കെ തരത്തിൽ സത്സംഗങ്ങളിൽ പോയിട്ടും പ്രഭാഷണങ്ങളിൽ പോയിട്ടും സപ്താഹം നവാഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയിട്ടും നാമജപമുണ്ടോ? അതാണ് ദേവന്മാർക്ക്. അത് നമുക്കേ ഉള്ളൂ, മനുഷ്യന്മാർക്കുള്ളത്. ദേവന്മാർക്കടക്കം ഈ കലിയുഗത്തിൽ ജീവിക്കാൻ വളരെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇതിൽ കൃതയുഗത്തിൽ എന്താ കൂടുതൽ പറഞ്ഞാൽ ധ്യാനത്തിനാണ് പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതേമാതിരി തന്നെ ത്രേതായുഗത്തിലാണ് കൂടുതൽ തപസ്സൊക്കെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. ദ്വാപരയുഗത്തിൽ കൂടുതലായിട്ട് അർച്ചന, കലിയുഗത്തിൽ നാമജപം. അപ്പോൾ നാമജപമാകുമ്പോൾ നമുക്ക് കൂടുതലൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ. രാവിലെ ആയാലും എവിടെയായാലും വീട്ടിലായാലും രാവിലെ കുളിച്ചിരുന്ന് വിളക്ക് കത്തിച്ച് നാമജപം ഇല്ലേ, അത് ഏത് വീട്ടിലായാലും നമുക്ക് കുറച്ച് ചെയ്യാൻ സാധിച്ചാൽ ആരെയും നമ്മൾ ഭരിക്കാൻ. കാരണം ഓരോരോ ആളുകൾക്കും കൂടുതൽ താല്പര്യം ഓരോരുത്തരോടാവും. ചിലവർക്ക് ഗുരുവായൂരപ്പനാവും, ചിലവർക്ക് ഭഗവതിയാവും, ചിലവർക്ക് അയ്യപ്പനാവും, ചിലവർക്ക് സുബ്രഹ്മണ്യനാവും, ചിലവർക്ക് മഹാദേവനാവും. ആരെയായാലും നമുക്ക് വീട്ടിൽ കുളിച്ച് വിളക്ക് വെച്ച് കുറച്ച് നേരം രാവിലെ അതേ സമയത്ത് സന്ധ്യാസമയത്തും ഇരുന്ന് ചെല്ലിയാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കഷ്ടപ്പാടും എന്ത് ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മളെ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതി പറഞ്ഞ ആരായാലും നമ്മളെ രക്ഷിക്കും. ഇന്നിപ്പോൾ മിക്കവാറും വീടുകളിൽ ഇങ്ങനെ നിന്ന് പോരുന്ന കാര്യമാണ് സന്ധ്യാനാമമൊക്കെ അല്ലേ. കാരണം എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ സന്ധ്യാനാമം ചൊല്ലിയില്ലെങ്കിൽ ഭക്ഷണം കിട്ടില്ല. അമ്മ ചീത്തേന്ന് പറയും. അച്ഛൻ ജോലിക്ക് പോയിട്ടുണ്ട്, വന്നാൽ മര്യാദയ്ക്ക് ചെല്ലിക്കോ നമശിവായില്ലെങ്കിൽ അച്ഛൻ വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. പേടിച്ചു അങ്ങനെ ചില്ലി. പക്ഷെ അങ്ങനെ പരുവുണ്ട്. എന്താ വെച്ചാൽ കുറച്ച് മുതിർന്നപ്പോഴും ഒരു ഭക്തി ഉള്ളിലുണ്ടായി. കാരണം അമ്മയൊക്കെ ഇരുന്നിട്ട് വൈകുന്നേരത്ത് പ്രഹ്ലാദ സ്തുതിയൊക്കെ ഉണ്ടായിരുന്നില്ല, മലയാളത്തിൻ്റെ സംസ്കൃതത്തിൻ്റെ അല്ല. ദുർദിനല്ലോ കൈകനാഥം നിറസിംഹമാർ ഇല്ലേ, കേട്ടിട്ടാവും, അമ്മയ്ക്കൊക്കെ അറിയുണ്ടാവില്ലേ. അത് ചൊല്ലിക്കേട്ട് അപ്പോൾ അതിങ്ങനെ അത് കേൾക്കണമെന്ന് എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അമ്മയുടെ അടുത്ത് ആ സമയത്ത് പോയിരുന്നിരുന്നു. പിന്നെ ഭഗവതിയുടെയും ഗുരുവായൂരപ്പൻ്റെയൊക്കെ അനുഗ്രഹത്തോടെ ഇങ്ങനെ ഈ അധ്യാത്മത്തിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെയൊക്കെ കാര്യങ്ങളും ഗുണങ്ങളും ഇതൊക്കെ ഇത്രയൊക്കെ കേമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. എവിടെ നമുക്ക് രാമായണത്തിലേക്ക് തുടങ്ങാം. അങ്ങനെ ഓരോ കാര്യം പറഞ്ഞ പിന്നെ അങ്ങനെ പോയി. രാമായണത്തിൽ ഒരു ദിവസം വാൽമീകി മഹർഷി ഒപ്പം ഭരദ്വാജ മഹർഷിയും കൂട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അതിനു മുമ്പായിട്ട് ബ്രഹ്മദേവൻ ഒരിക്കൽ തൻ്റെ മകനായ നാരദ മഹർഷിയോട് ഒരു ഉപദേശം കൊടുത്തു. രാമായണത്തെക്കുറിച്ചിട്ടുള്ളൊരു ഉപദേശമാണ് കൊടുത്തത്. നാരദ മഹർഷി അത് ശരി അങ്ങ് പറയുന്നത് കേൾക്കട്ടെ എന്നും പറഞ്ഞിട്ട് അത് മനസ്സിലാക്കി. അതിനുശേഷം ഈ നാരദ മഹർഷി പോകുന്ന സമയത്ത് വഴിക്ക് വെച്ചിട്ട് വാൽമീകി മഹർഷിയും ഭരദ്വാജ മുനിയെയും കൂടി കണ്ടുമുട്ടുന്ന സമയത്ത്
ഈ നാരദ മഹർഷി തൻ്റെ അച്ഛൻ ബ്രഹ്മാവ് തനിക്ക് ഉപദേശിച്ച ആ രാമതത്വത്തെക്കുറിച്ച് വാൽമീകി മഹർഷിക്ക് അത് പറയാം. ഇത് അങ്ങ് മനസ്സിലാക്കണം, എനിക്ക് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചു തന്നതാണ്, അതങ്ങ് മനസ്സിലാക്കിക്കോളൂ പറഞ്ഞു കൊടുക്കുകയാണ്. ശരി, സന്തോഷം പറഞ്ഞ് സ്വീകരിച്ച് നാരദ മഹർഷിയെ വന്ദിച്ച് നാരദ മഹർഷി ഇവിടുന്ന് പോവുകയും ചെയ്യും. വീണ്ടും വാൽമീകി മഹർഷിയും ഈ ഭരദ്വാജ മുനിയോടും കൂടി രണ്ടാളും കൂടി അവിടുന്ന് പോകുന്ന സമയത്ത് കുറച്ച് ദൂരെയിട്ട് ഒരു കാഴ്ച കാണുക. രണ്ട് പക്ഷികൾ ഇണചേർന്ന് ഇരിക്കുന്ന ആ സമയത്ത് അതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു വേടൻ വന്ന് അതിൽ ഒരു പക്ഷിയെ അമ്പെയ്തു. അത് ജീവൻ പോയി നിലത്ത് വീണു. ഇത് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ മഹർഷിക്ക് വളരെയധികം സങ്കടമായി. ഉടൻ തന്നെ അത് കണ്ട വഴിക്ക് ഇവിടെ നാരദ മഹർഷി രാമതത്വം ഓർമ്മിപ്പിച്ച അതും കാര്യം അദ്ദേഹം പറഞ്ഞു. മാ നിഷാത പ്രതിഷ്ഠാത്മകമ ശാശ്വതീനവ യൽ ക്രൗഞ്ചമിഥനാദേഹ മമതിയും കാമമോഹിതം എന്ന് പറഞ്ഞ ആ ശ്ലോകം അദ്ദേഹം ചൊല്ലിയപ്പോൾ അവിടെ. കാരണം ഇണചേർന്നിരിക്കുന്ന രണ്ട് പക്ഷികളിൽ തൻ്റെ ഭർത്താവിനെ വേടൻ കൊന്നു എന്നറിഞ്ഞപ്പോൾ സ്ത്രീയായുള്ള പക്ഷിക്ക് വളരെയധികം സങ്കടം വന്നു. കാഴ്ചയും കണ്ട സമയത്ത് അദ്ദേഹം ഇങ്ങനെയൊരു ശ്ലോകം ചൊല്ലി ശേഷം അദ്ദേഹം തൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ആശ്രമത്തിലേക്ക് തിരിച്ചു ചെന്ന സമയത്ത് ബ്രഹ്മദേവൻ തൻ്റെ ആശ്രമത്തിൽ വന്നിരിക്കണം, തന്നെ കാണാനായിട്ട് വന്നു. അദ്ദേഹം കണ്ടപ്പോൾ ആശ്രമത്തിൽ ആരും ഇരിക്കണമായിട്ട് ചെന്ന് നോക്കുമ്പോൾ ബ്രഹ്മദേവൻ അദ്ദേഹം വന്ന വഴിക്ക് കണ്ട് നമസ്കരിച്ചു. പൂജാകാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹത്തെ വളരെയധികം സ്വീകരിച്ച് ഇരുത്തി. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ നാരദ മഹർഷി എനിക്ക് രാമതത്വം ഉപദേശിക്കുന്നു, അങ്ങ് ഉപദേശിച്ചു കൊടുത്തത്. അതിനുശേഷം വരുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു. കാഴ്ച കണ്ട സമയത്ത് എനിക്ക് വളരെയധികം മനസ്സിലേക്ക് വിഷമമായിട്ട് ഞാനിങ്ങനെ ഈ പറഞ്ഞ ശ്ലോകം രചിച്ചു എന്ന് ബ്രഹ്മദേവനോട് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, മഹർഷേ, അങ്ങക്ക് എൻ്റെ അനുഗ്രഹം നല്ലോണമുണ്ട്. അതേമാതിരി തന്നെ സരസ്വതീദേവി, ആരാ സരസ്വതീദേവി അറിയില്ല എല്ലാവർക്കും, ബ്രഹ്മാവിൻ്റെ ഭാര്യയായിട്ട്. അതിൽ വേറൊരു കഥ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ രാമായണത്തിൽ നിന്ന് വിട്ടു പോകണ്ട ചോദിച്ചു. വിട്ടുപോയി കഴിഞ്ഞാൽ മുരളിയേട്ടൻ അവിടെ തന്നെ ഇരിക്കണ്ടേ, നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ അതിലേക്ക് അപ്പോൾ പോകണില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒരവസരം കിട്ടുവെച്ചാൽ വല്ല ദേവീ ഭാഗവതോ സപ്താഹമൊക്കെ നടത്താൻ സമയം കിട്ടുവെച്ചാൽ ആ സമയത്ത് അപ്പം പറഞ്ഞുതരാം. സരസ്വതീ ദേവിയുടെ അനുഗ്രഹം അങ്ങക്കുണ്ട്. അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ വെച്ചും കൊണ്ട് ഒരു രാമായണം അങ്ങ് എഴുതണം എന്ന് പറയണം. അങ്ങ് ചിട്ടപ്പെടുത്തിക്കൊണ്ട് രാമായണം എഴുതണം പറയണം. വീണ്ടും നാരദ മഹർഷിനെ ബ്രഹ്മദേവനെ അനുഗ്രഹിച്ച് അദ്ദേഹം അവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു എന്താണ് വേണ്ടത്. ഉടൻ തന്നെ അദ്ദേഹം ഗായത്രി മന്ത്രം മനസ്സിൽ ഓർത്തു. ഓം എല്ലാവർക്കും അറിയാലോ, ഓം ഭൂർഭുവസ്വ തത്തൗദൂർ വരെ ഇല്ലേ, അത് 24 അക്ഷരമാണ് ഗായത്രി മന്ത്രത്തിൽ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 24,000 ശ്ലോകം വെച്ചും കൊണ്ട് ഞാൻ ഈ രാമായണം ചിട്ടപ്പെടുത്താം എന്ന് പറഞ്ഞ് അദ്ദേഹം 24,000 ശ്ലോകം വെച്ചിട്ടാണ് ഈ വാൽമീകി രാമായണം അദ്ദേഹം എഴുതിയത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ നിന്ന് ധാരാളം നല്ല നല്ല എഴുത്തച്ഛനമാരുള്ള ഗംഭീരന്മാരൊക്കെ ഓരോരോ തരത്തിൽ 20ഓളം രാമായണം ഉണ്ടാവുള്ളേ. അഗസ്ത്യ രാമായണം, കമ്പരാമായണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ട്. ഓരോരുത്തർ അവരവരുടെ ഇതിനനുസരിച്ച് ഇതിലേക്ക് നല്ല പാകത്തിലുള്ള കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള രാമായണം. അതിൽ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമാണ് ഇന്ന് നമ്മൾ
കേരളീയർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ കൊല്ലത്തിൽ 12 മാസത്തിൽ 11 മാസം ഒന്നും ചെയ്തില്ലെച്ചാലും സംക്രാന്തി വന്നവരും ഇല്ലേ വീടൊന്നൊരടിച്ചൊരു തിളക്കിയിട്ട് വൃത്തിയാക്കി വെക്കലുണ്ട്. പണ്ട് കാലത്ത് ഞങ്ങൾ പറയും, ഇപ്പോൾ പക്ഷേ ഇന്നൊക്കെ മാറ്റം വന്നു. ഈ ഉമ്മർപ്പടിയും താഴൂര അങ്ങനെയൊക്കെയുള്ള വാർഡുകളൊക്കെയുള്ള വീടാകുമ്പോഴേ ഇങ്ങനെ ചേത്തനും പൊടി തട്ടുമ്പോഴേ അത്രേ മുകളിൽ ഒരു പുസ്തകം ചാടിത്തേ നോക്കുമ്പോൾ എന്താ വെച്ചാൽ രാമായണം അത്രേ. അയ്യോ ഇത് നാളെ മുതൽക്ക് വായന തുടങ്ങണം എന്നിട്ട് കർക്കിടക മാസത്തിൽ എന്തായാലും രാമായണം കമ്പോടിക്കുക എന്നാണ് പറയുക. അങ്ങനെ വായിക്കത്ര. ഇപ്പോൾ അല്ല കേട്ടോ, ഇപ്പോൾ എല്ലാവരും എല്ലാ ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാപ്പോഴും ചെയ്യുന്നുണ്ട്. വായനയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ രാമായണം വാൽമീകി മഹർഷി രചിച്ച ശേഷം ഇത് ഒന്ന് പ്രചരിപ്പിക്കണം, അതിനെന്താ വഴി എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ തൻ്റെ ആശ്രമത്തിൽ 2 ഉണ്ണികളുണ്ട്, ലവനും കുശനും. അവർ നല്ല മിടുക്കന്മാരാണ്. ആവാതിരിക്കില്ലല്ലോ, അറിയാലോ എങ്ങനെ ഉണ്ടായെന്ന്. ആ ഉണ്ണികൾക്ക് ഞാനിത് ഉപദേശിക്കാം. എന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് എല്ലാം മനസ്സിലാക്കിയെടുക്കും. എന്നിട്ട് അവരോട് ഇത് ഒന്ന് പ്രചരിപ്പിക്കാനായിട്ട് പറയാം എന്ന് പറഞ്ഞു. അദ്ദേഹം ആശ്രമത്തിൽ എത്തി കുട്ടികളെ വിളിച്ചു. കുട്ടികളൊക്കെ ഈ രാമായണം ഉപദേശിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. എന്തായാലും അവരത് പറഞ്ഞു കൊടുത്ത വഴിക്ക് തന്നെ ഒരു പ്രാവശ്യം കേട്ടപ്പോഴേക്ക് തന്നെ അവർക്ക് അത്യാവശ്യം മനസ്സിലായി. പറഞ്ഞു, ഈ രാമായണം കൊണ്ട് നിങ്ങൾ അയോധ്യയിലേക്ക് പോവുക. അയോധ്യയിൽ പോയിട്ട് അവിടുത്തെ ഓരോ വീടുകളിലും കയറിയിട്ട് നിങ്ങൾ ഈ രാമായണം വായിക്കുക. ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇപ്പോൾ നമുക്കൊക്കെ സംസ്കൃതം അറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കുട്ടികൾക്കത്, ചില ആളുകൾക്ക് ബുദ്ധി കൂടുമല്ലോ, വളരെ പെട്ടെന്ന് അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ കുട്ടികൾ നേരെ അയോധ്യയിലേക്ക് ചെന്നു. അയോധ്യയിലേക്ക് ചെന്നിട്ട് ഇതേമാതിരി ഇങ്ങനെ ഓരോരോ വീട്ടിൽ കയറിയിട്ട് ഈ രാമായണം വായിച്ച് കേൾപ്പിച്ചു. അപ്പോൾ ജനങ്ങൾക്കത് വളരെയധികം തൃപ്തിപ്പെട്ടു. എന്തുമാത്രമല്ല, കുട്ടികൾ ഇങ്ങനെ വീടുകളിൽ പോയിട്ട് പാരായണം ചെയ്യപ്പോൾ, എവിടുന്ന കുട്ടികളെ നിങ്ങൾ വരണേ, നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കും. വാൽമീകി മഹർഷിയുടെ കുട്ടികളാണ്, അത് പറഞ്ഞാൽ മതിയെന്നാണ് മഹർഷി ഏൽപ്പിക്കുന്നത്. അത് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും നമുക്ക് അത് ഏൽപ്പിക്കണം. അപ്പോൾ തമ്മിൽ പിന്നെ അങ്ങനെയാണല്ലോ ഒരു കാര്യം. ഇപ്പം ഞാൻ ഇപ്പം ഇവിടുന്ന് പ്രഭാഷണം കഴിഞ്ഞ് പോയിച്ചാൽ അയാളെന്തൊക്കെയാണ് പറഞ്ഞു എന്ന് പറയും ചിലവരെ. വലിയ സുഖമൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് ദിവസേന പ്രഭാഷണം കേൾക്കുന്ന ആൾക്കാരല്ലേ. ചിലർ അല്ല, പക്ഷേ ഇഷ്ടമായിട്ട് പല അഭിപ്രായങ്ങൾ എന്ന മാതിരി തന്നെ ഈ കുട്ടികളെക്കുറിച്ച് പക്ഷേ എല്ലാവർക്കും ഒരേ അഭിപ്രായം. നല്ല കുട്ടികളൊക്കെ എത്ര ഭംഗിയായിട്ട് അവർ വായിച്ചു തീർത്തത് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഇതാരായിരിക്കും അവർക്കൊരു സംശയം, നരനാരായണന്മാരായിരിക്കുമോ എന്നൊരു സംശയം. കൗതുകമുണ്ട കുട്ടികളെ കാണാനേ, അല്ല അശ്വനി ദേവന്മാരാവുമോ അങ്ങനെയുള്ളൊരു സംശയം അങ്ങനെ ആയി. ഇത് ഇങ്ങനെ തമ്മിൽ ആൾക്കാർ പറയുന്നത് ശ്രീരാമസ്വാമിയുടെ അനുജനായ ലക്ഷ്മണസ്വാമിക്ക്. അപ്പോൾ പറഞ്ഞു, നരനാരായണന്മാരുമല്ല അശ്വനി ദേവകളുമല്ല. കുട്ടികളോട് അന്വേഷിച്ചപ്പോൾ വാൽമീകി മഹർഷിയുടെ കുട്ടികളാണ് എന്ന് മാത്രമാണ് അവർ പറഞ്ഞത്. ഏതായാലും ഇതിങ്ങനെ കേട്ട സമയത്ത് ശ്രീരാമസ്വാമിയുടെ വീട്ടിൽ കേട്ടു അയോധ്യയിൽ. അപ്പോൾ അദ്ദേഹം കുട്ടികളെ വിളിച്ചു വരുത്തിയിട്ട് അയോധ്യയിൽ വെച്ചിട്ടും രാമായണം വായിപ്പിച്ചു കുട്ടികളെ കൊണ്ടാവുന്നത്. അങ്ങനെ ആ രാമായണം വായിച്ചു. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രാമായണത്തിൽ നമ്മൾ പറയുന്നത് സീതാദേവി വാൽമീകി 7 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഉപേക്ഷിച്ചത്. ഉപേക്ഷിക്കല്ല, അതിനൊരു കാരണമുണ്ട്. അത് നമ്മൾ ദേവി ഭാഗവതമൊക്കെ പറയുമ്പോഴാണ് ആ കാരണം വൃത്തിയായിട്ട് പറയണത്.
അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടാൽ ചിലപ്പോൾ സമയം പോവില്ല. അപ്പോൾ ഏതായാലും വാൽമീകി മഹർഷീനെ ആ സമയത്താണ് കൊണ്ടുപോയി ആക്കിയുള്ളത്. അപ്പോൾ ശ്രീരാമസ്വാമിക്ക് അറിയാലോ, വേറെ ആർക്കും അത്ര ഇതില്ലാച്ചാൽ. അപ്പോൾ അതിന് ശേഷമായിട്ടുള്ള രാമായണങ്ങൾ എല്ലാവരും എഴുതിയ സമയത്ത് നമ്മൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം എഴുതി. അപ്പോൾ ഇന്നലെയും കൂടി എനിക്കൊരു അമ്പലത്തിൽ സമ്പൂർണ്ണ രാമായണം ഉണ്ടായിരുന്നു. അപ്പോൾ അധ്യാത്മരാമായണം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം അതേമാതിരി ദശരഥൻ്റെ കുട്ടികളായിട്ട് പുത്രകാമേറ്റി യാഗമൊക്കെ കഴിച്ച ശേഷം ഋഷ്യശൃംഖനെ വരുത്തി. കാരണം കുട്ടികളുണ്ടാവാൻ എന്താ വേണ്ട എന്ന് ചോദിച്ച സമയത്ത് വസിഷ്ഠ മഹർഷി പറഞ്ഞ് ഋഷ്യശൃംഖനെ വരുത്തി യാഗം കഴിഞ്ഞ് കുട്ടികളെ ഒരു 4 ആൾക്കും കുട്ടികളായി പറഞ്ഞു. 4 ആൾ വെച്ചാൽ അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. കൗസല്യാദേവിക്ക് പകുതിയും കൈകേയിക്ക് പകുതിയും കൊടുത്തു. 2 കൂട്ടരും സുമിത്രാദേവിക്ക് കൊടുത്തു. അങ്ങനെ 4 കുട്ടികളെ അല്ലേ ശ്രീരാമസ്വാമി, ഭരതസ്വാമി, ലക്ഷ്മണൻ, ശത്രുഘ്നൻ ആയി എന്നുള്ളത്. അങ്ങനെയാണ് രാമായണം. അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആ ഭാഗം കഴിഞ്ഞ ശേഷം കൊട്ടാരത്തിൽ ചെറിയ കുട്ടികളായിട്ട് ഇരിക്കുമ്പോഴേക്കന്നെ വിശ്വാമിത്ര മഹർഷി അവിടേക്ക് വന്നു എന്ന് പറയും. അപ്പോൾ മഹർഷിയെ രാജാവ് ഭംഗിയായിട്ട് സ്വീകരിച്ചു. ഇപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ മാരീചൻ, സുബാഹു എന്നു പേരായുള്ള 2 അസുരന്മാർ ധാരാളത്തിലധികം ഞങ്ങളുടെ യാഗങ്ങൾ മുടക്കിയിട്ട് യാഗത്തിന് സമ്മതിക്കുന്നില്ല. അപ്പോൾ അവരെ ഏതെങ്കിലും തരത്തിൽ കൊലപ്പെടുത്തണം. അതിന് അങ്ങയുടെ കുട്ടികളെ എൻ്റെ കൂടെ അയക്കണം എന്ന് പറയുകയാണ് വിശ്വാമിത്ര മഹർഷി. വിശ്വാമിത്ര മഹർഷി ഇത് പറഞ്ഞ വഴിക്ക് അയ്യോ ദശരഥ മഹാരാജാവ് അത് മാത്രം പറയരുതേ, അസുരന്മാരിൽ നിന്ന് ഞാൻ അങ്ങയെ രക്ഷിക്കാൻ ഞാൻ വരാം, എനിക്ക് സാധിക്കും, ഞാൻ അനവധി യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ, കുട്ടികളെ പറഞ്ഞേക്കാൻ പറയരുത്. വിശ്വാമിത്ര മഹർഷി ഇതിനു മുമ്പൊരു രാജാവായിരുന്നു. അതും ഇതിൽ രാമായണത്തിൽ പറയുന്നില്ല, വാൽമീകി രാമായണത്തിൽ പറയും. അദ്ദേഹം പിന്നീട് മഹർഷിയാവാനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ അദ്ദേഹം ദേഷ്യമുണ്ട് കുറച്ച്, ദുർവാസാവിൻ്റെ അത്ര ഇല്ലെച്ചാലും ആവശ്യത്തിനുണ്ട്. ഏതായാലും അല്ല, എനിക്ക് കുട്ടികളെ തന്നെയാണ് വേണ്ടത്, കുട്ടികളെ എൻ്റെ കൂടെ പറഞ്ഞു വിടണം, ഒരു 10 ദിവസത്തിന് പറഞ്ഞയച്ചാൽ മതി, അത് കഴിഞ്ഞാൽ ഞാൻ കുട്ടികളെ തിരിച്ചിവിടെ കൊണ്ടുവരാം എന്ന് പറയണം. ദശരഥ മഹാരാജാവ് വിഷമിച്ചു. ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വാമിത്രൻ ശപിക്കും. എന്താ വേണ്ടതെന്ന് വസിഷ്ഠ മഹർഷി അവിടെ ആലോചിച്ചു. പറഞ്ഞേക്കും, ഒരു കുഴപ്പവും വരില്ല, നല്ലതേ വരുള്ളൂ എന്ന്. ശരി എന്ന് പറഞ്ഞ് മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ ഈ കുട്ടികളെ പറഞ്ഞയച്ച സമയത്ത് കുട്ടികൾക്ക് എനിക്ക് ഈ കസാരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നിങ്ങളോട് പറഞ്ഞ ശീലം, ഞാൻ എല്ലാവരെയും പോയാലും നിലത്തിരുന്നിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് തോന്നുകയാണ്. പക്ഷെ അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് ഞാനൊന്ന് മാറിയിരുന്ന വിഷമമുണ്ടോ? അങ്ങനെ കേൾക്കണല്ലേ? അപ്പോൾ എനിക്കൊരു സുഖമുണ്ട്. വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ കുട്ടികളെ പറഞ്ഞേക്കും. ആദ്യം തന്നെ കാട്ടിലെത്തുന്നതിന് മുമ്പേ ആദ്യം തന്നെ മഹർഷി ഉപദേശിച്ചു 2 മന്ത്രം. അതെല്ലാവർക്കും അറിയാലോ, വിശപ്പും ദാഹവും ഇല്ലാതെയാവാൻ അല്ലേ, ബല അതിബല അല്ലേ, അതൊക്കെ എല്ലാവർക്കും അറിയാം. ശരി, സന്തോഷത്തോടുകൂടെ അത് സ്വീകരിച്ച് അവർ പോയി. ഒപ്പം പോയി കാട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്ന വഴിക്ക് തന്നെ ഒരു ഭയങ്കരമായ അലർച്ച കേട്ടു, താടക അല്ലേ. വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഇങ്ങനെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചും ഞങ്ങളെയൊക്കെ വിഷമിപ്പിച്ചും കൊണ്ടും ഇവിടെ ഒരു സ്ത്രീ ഉണ്ട്, രാക്ഷസി, താടകയാണ്. ആ താടക എന്നെ കൊല്ലണം, വിഷമിക്കൊന്നും വേണ്ട
എന്ന് പറഞ്ഞ ഈ ബല അതിബല എന്ന് പറഞ്ഞ 2 മന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം വിശ്വാമിത്ര മഹർഷി ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് വിശ്വാമിത്ര മഹർഷി തപസ് ചെയ്ത് സമ്പാദിച്ച അനവധി വരങ്ങളുണ്ട്. അതിൽ അസ്ത്രവിദ്യ, ശാസ്ത്രവിദ്യ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. 55ഓളം വിദ്യകളുണ്ട്. അത് ഈ കുട്ടികളെ രണ്ടാളിൽ പഠിപ്പിച്ചു. അതെന്താ പഠിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, കാട്ടിൻ്റെ ഉള്ളിൽ വന്ന വഴിക്ക് തന്നെ ഒരം അസ്ത്രം എഴുതിയിട്ട് താടകേനെ കൊന്നു. താടകേനെ കൊന്നപ്പോൾ കുട്ടികൾ കേമന്മാരാണ്, ഇവർക്കെല്ലാം സാധിക്കും എന്ന് നിലയ്ക്കാണ്, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ നിന്ന് 55ഓളം അസ്ത്രവിദ്യകൾ ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. കുട്ടികൾ വളരെ ഭംഗിയായിട്ട് അതൊക്കെ കേട്ട് മനസ്സിലാക്കി ഇനി നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അന്ന് താടക വധം കഴിഞ്ഞ ശേഷം ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ഇരുന്നിട്ട് ആണ് ഈ വിദ്യകൾ മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കും. ഇനി നമുക്ക് ഇന്നത്തെ കാര്യം വാദങ്ങളൊക്കെ കഴിഞ്ഞു, കുറച്ച് കടന്നുറങ്ങിക്കോളൂ എന്ന് പറഞ്ഞ കുട്ടികൾ കടന്നുറങ്ങണം. രാവിലെ എണീറ്റു. വിശ്വാമിത്ര മഹർഷി ആദ്യം നീറ്റു. കുട്ടികൾ ചെറിയ കുട്ടികളല്ലേ, ഉടൻ തന്നെ അവരെ വിളിച്ച് എണീപ്പിച്ചു. അപ്പോഴാണ് കേൾക്കുന്നത് കൗസല്യ സുപ്രഭ രാമകൂപ അല്ലേ, നമ്മൾ കേൾക്കലില്ലേ? കുട്ടികളത് കേട്ടുകൊണ്ടാണ് ഉണരുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചൊല്ലിപ്പോയി നടക്കില്ലല്ലോ കാര്യം. അപ്പോൾ നീട്ടു. സന്ധ്യാവന്ദനങ്ങൾ ഒക്കെ കഴിഞ്ഞു. രാവിലെ അവർ പുറപ്പെട്ടു പോയിട്ടുള്ള സമയത്ത് ഹോമം നടത്താൻ വിഘ്നങ്ങളായും കൊണ്ട് മാരീചൻ സുബാഹു എന്ന 2 അസുരന്മാർ വന്ന് ഹോമത്തിന് തീയിട്ടാൽ ആ തീയൊക്കെ കെട്ടി ഇവരെ ഉപദ്രവിക്കുക, പിടിച്ച് തിന്നങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തണം. അപ്പോൾ കുട്ടികളെ ഈ ഹോമം നടത്താനിൻ്റെ അവിടേക്ക് കൊണ്ടുപോയിരുന്ന സമയത്ത് മുനിമാർ ഹോമം തുടങ്ങിയപ്പോൾ ഇവർ 2 അസുരന്മാർ വന്ന് ഹോമം മുടക്കാനുള്ള ശ്രമം നടത്തി. ഇത് കണ്ട വഴിക്ക് വിശ്വാമിത്ര മഹർഷി അവരെ നശിപ്പിക്കാൻ പറയും. അപ്പം അദ്ദേഹം മന്ത്രങ്ങളും ഞാൻ പറഞ്ഞേ 55ഓളം വിദ്യകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് കേട്ടോ ശരി പറഞ്ഞ ശ്രീരാമസ്വാമി എന്നെ ഉടൻ തന്നെ മാരീചൻ്റെ നേരെ അസ്ത്രയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്ക് മാരീചൻ പേടിച്ചു. അദ്ദേഹം എങ്കിലും ഒരു ആഗ്നേയാസ്ത്രം അയച്ചു. പക്ഷെ ഓടി സമുദ്രത്തിൽ ചാടിയിട്ട് മാരീചൻ ഓടി രക്ഷപ്പെട്ടു. അതേമാതിരി തന്നെ ആഗ്നേയാസ്ത്രം സുബാഹുവിൻ്റെ നേർക്ക് അയച്ചു. സുബാഹുവിൻ്റെ കഥ അവിടെ തീർന്നു. ഇനി ഈ മാരീചനെ നമ്മൾ കാണും, അറിയാലോ. അങ്ങനെ ഈ 2 കുട്ടികളിൽ അവിടുന്ന് ഹോമം നടത്താൻ വേണ്ടി ഋഷിമാരെല്ലാവർക്കും സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ എല്ലാവരും വളരെ ഭംഗിയായിട്ട് കുട്ടികളെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഇനി നമുക്ക് മിഥില രാജ്യത്തേക്ക് പോവാം എന്ന് പറയാം. അതിനു മുമ്പായിട്ട് അതങ്ങനെ ഓർമ്മിച്ച് വെച്ചോളൂ. ഇനി ഞാനൊരു കഥ വേറെ പറയാം. ദശരഥ മഹാരാജാവ് കല്യാണത്തിന് മുമ്പേ കൗസല്യ, കൈകേയി, സുമിത്ര അല്ലേ, അപ്പോൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് കൈകേയിക്ക് അവിടെ ഒരു കാര്യം കിട്ടുക. ഉപധ്യഥൻ എന്നു പേരായുള്ള ഒരു മഹർഷിയാണ്. മഹർഷിമാർ സാധാരണഗതിയിൽ അവർ പ്രത്യേകം അവർക്ക് വാസസ്ഥലമില്ല, അങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ മഴക്കാലം 4 മാസം വന്നാൽ അവർ ഏതെങ്കിലും നല്ല കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ശുദ്ധമായിട്ടുള്ളൊരു വീട്ടിൽ പോയിട്ട് അവരവിടെ താമസിക്കും മഹർഷിമാർ. അങ്ങനെയാണ്. ഇനി ഈ 4 മാസത്തെ മഴക്കാലം കഴിഞ്ഞാലേ അവർ പിന്നെ പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ഉദധ്യൻ എന്നുള്ള മഹർഷി കേകയ രാജാവിൻ്റെ
കൊട്ടാരത്തിലാണ് വന്ന് താമസാക്കിയത്. കെ രാജാവിന് ധാരാളം കുട്ടികളുണ്ട്. ഈ കുട്ടികളിൽ വെച്ചിട്ട് പക്ഷെ രാജാവിന് ഏറ്റവും ഇഷ്ടം ഈ കൈകേയിയായിട്ടുള്ള ഈ പെൺകുട്ടീനെയാണ് ഏറ്റവും ഇഷ്ടം. ആൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ഇഷ്ടം ഈ പെൺകുട്ടിയോടാണ്. മാത്രമല്ല ആ കുട്ടിയുടെ എന്ത് ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ചാലും രാജാവ് നടത്തി കൊടുക്കും. കുട്ടികളെ വലിയ കാര്യമായിട്ട് അവിടെ നോക്കും. എങ്ങനെയൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഉദത്യൻ എന്നു പേരായിട്ടുള്ള രാജാവ് അവിടെ വരുന്നത്. ആരാണ് ഉദത്യൻ്റെ ഒരു മഹർഷി. ഈ ഉദത്യനെ കൊണ്ട് വേറെ കഥ പറയണമെങ്കിൽ അത് ദേവീ ഭാഗവതം നടത്തുമ്പോഴേ പറയാൻ പറ്റൂ. അതിലുണ്ട് ഈ കഥാപാത്രം. ഞാനും ഇതേമാതിരി തന്നെ ഇതൊക്കെ പഠിച്ചു വരുന്ന കാലത്ത് ഉദത്യനെക്കുറിച്ച് അതിൽ നിന്നാണ് കേട്ടത്. അതിനുശേഷം ഇപ്പം ഇവിടെ ഈ രാമായണത്തിലേക്ക് നോക്കുമ്പോഴാണ് ഉദത്യനെക്കുറിച്ച് നമുക്കറിയുന്നത്. അതോടൊപ്പം തന്നെ ഈ പറയാൻ പോകുന്ന കഥ വാൽമീകി രാമായണത്തിലില്ലേ. ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസം താമസിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉദത്യൻ മഹർഷി അവിടെ വന്നത്. അവിടെ വന്ന് താമസം തുടങ്ങി. ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കടന്നുറങ്ങുകയാണ്. അപ്പം ഈ കൈകേയി എല്ലാവരിലും വെച്ചിട്ട് കുറച്ചൊരു കുസൃതിയുണ്ട്. അച്ഛൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രമാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില മക്കളെ കൂടുതൽ ഇഷ്ടമായി അവരെന്ത് ചെയ്താലും ഒന്നും പറയില്ല. വേറെ കുട്ടി എന്തെങ്കിലും കാര്യം അച്ഛനമ്മമാർ അങ്ങനെയാണല്ലോ. ഈ കൈകേയി ഒരു കരിക്കട്ടെടുത്തിട്ട് ഉറങ്ങണ മുനിയുടെ മുഖത്ത് കൊണ്ടുപോയിട്ട് ചിത്രപ്പണി നടത്തി. അയാൾ നല്ല ഉറക്കമാണ്. അങ്ങനെ ഈ ചിത്രപ്പണി നടത്തിയിട്ട് പെട്ടെന്ന് അവസാനം ഇങ്ങനെ ഉഴുമിക്കാൻ നേരത്തെ കരിക്കട്ടൊന്ന് അമർത്തിക്കൊണ്ടു മുഖത്ത് കവിളിലകത്ത് കരിക്കട്ട കൊണ്ട് അദ്ദേഹം ഉണർന്നു. അദ്ദേഹം ഉണർന്ന വഴിക്ക് വേഗം കൈകൈ അവിടുന്ന് ഓടിപ്പോയി. പിന്നെ ഇയാളോട് ഉണർന്ന് നിന്നിട്ട് നാലുപുറം നോക്കുമ്പോൾ എല്ലാവരും ഇയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പം എന്താ ചിരിക്കണം, എന്താ ചിരിക്കണം, ആധാരം എന്താ എന്താ എൻ്റെ മുഖത്ത് എന്താ എന്താ എല്ലാവരും എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടിട്ട് കൈകൈ അപ്പുറത്ത് നിൽക്കുമ്പോൾ കൈകൈ തന്നെ വേഗം ഒരു കണ്ണാടി എടുത്തിട്ട് കൊണ്ടുപോയിട്ട് കൊടുത്തു. അങ്ങയുടെ മുഖം ഒന്ന് നോക്കൂ പറഞ്ഞ വഴിക്ക് നോക്കിയപ്പോൾ എന്താ മുഖത്ത് മുഴുവനെ കരിക്കട്ട വെച്ച് ചിത്രപ്പണി. ഇതുപോലൊരു കഥ ഭാഗവതത്തിലുണ്ട്. നിങ്ങൾ ഇവിടെ സപ്താഹം നടക്കുന്ന സ്ഥലമല്ലേ, കേട്ടിട്ടുണ്ടാവും. കുന്തിദേവി കുട്ടികൾ കടന്നുറങ്ങുമ്പോൾ ദീപസ്തംഭത്തിൽ നിന്ന് കരിയെടുത്ത് കുട്ടികളുടെ മുഖത്ത് തേച്ചു ഒരു കഥ ഉണ്ട്. പക്ഷെ കുട്ടികളല്ലേ, ബാല്യശാപം തീർത്താൽ തീരില്ല. ധാര ചീത്തച്ചാൽ അവർക്ക് നല്ല സങ്കടം പറ്റണം. കുന്തിദേവിക്ക് അവസാനം വരെയും ആ ബാലശാപമാണെന്നാണ് പറയണത്. അത് നിങ്ങൾ സപ്താഹം പറയുമ്പോഴാണ് കേൾക്കുക. ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇത് കണ്ടു. ഇപ്പോൾ കണ്ണാടി നോക്കിയപ്പോൾ തൻ്റെ മുഖം ഇങ്ങനെ വീർത്ത രൂപത്തിൽ ധാരാളം ചെയ്ത് ചോദിച്ചപ്പോൾ കൈകൈ പറഞ്ഞു, അത് ഗുരുനാഥ ക്ഷമിക്കണം, ഞാൻ എൻ്റെ ഒരു കുസൃതി ചെയ്തതാണ്. പക്ഷേ എല്ലാവരും എന്നെ കളിയാക്കി, തന്നെ ഞാൻ ശപിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ലോകത്തിലുള്ള എല്ലാവരും തന്നെ വെറുക്കപ്പെടുന്ന ദിവസം വരും. എല്ലാവർക്കും കൈകേയിന്ന് കേട്ട ഒരു വെറുപ്പ് വരട്ടെ അത് ശപിച്ചു. കല്യാണം കഴിഞ്ഞ് കുട്ടികളായ മകനടക്കം തന്നെ സ്വീകരിക്കൽ ആറ്റി ഓടിക്കും, വളരെയധികം മോശമായിട്ട് പെരുമാറും എന്നൊരു ശാപം ഈ ഉദത്യൻ എന്നു പേരായുള്ള മഹർഷി കൊടുക്കുകയാണ്. ശരി, നിവൃത്തിയില്ല, ശാപം ഏൽക്കില്ല, നിവൃത്തിയില്ലല്ലോ. ഇത് കഴിഞ്ഞ് വന്ന് വഴിക്ക് അദ്ദേഹത്തിൻ്റെ ആ സമയം കഴിഞ്ഞപ്പോൾ അവിടുന്ന് അദ്ദേഹം പോകാൻ വേണ്ടി പുറപ്പെട്ടിട്ട് അദ്ദേഹം പോയി. പോകുന്ന സമയത്ത് ഒരു ദണ്ടും ഒരു കമണ്ടലും ഇവിടെ മറന്നു വെച്ചു. അപ്പോൾ ഇദ്ദേഹം പോയി യാത്ര തനിക്ക് ശാപവും കിട്ടി എന്ന് വിചാരിച്ച് കൈകൈ സങ്കടപ്പെട്ടിട്ട് ഇദ്ദേഹം ഇരുന്നിരുന്ന് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഈ ദണ്ടും കമണ്ടലും ഇരിക്കുന്നുണ്ട്. അയ്യോ, മുനി ഇത് മറന്നോ? വേഗം കൈകൈ അതെടുത്ത്, ഇപ്പം എല്ലാ ഭാഗത്തേക്ക് പോകുമ്പോഴും പല വഴികളും ഉണ്ടാവുമല്ലോ, എളുപ്പ വഴി മറ്റേ അങ്ങനെ അല്ലേ. വേഗം അദ്ദേഹം പോയതിൻ്റെ നേരപ്പുറത്ത് കൂടെ പോയിട്ട് വരുന്ന വഴി ഇന്ന വഴിക്ക് കൂടെ വരികയെന്നറിയാം. അവിടെ വെച്ച് കൈകൈ ഇദ്ദേഹം വരുന്നത് കാത്തു നിന്ന സമയത്ത് അദ്ദേഹം വരുന്ന കണ്ട വഴിക്ക്
ദണ്ട് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ തടുത്തു. അപ്പം അദ്ദേഹം എന്താണാവോ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങ് മറന്നുപോയതാണ്, ഈ ദണ്ടും ഇത് അങ്ങയുടെ കമണ്ടലും ഇവിടെ ഉണ്ട്, അത് ഞാൻ കൊണ്ടുവന്നാണോ. അപ്പം മഹർഷിക്ക് സന്തോഷമായി. അത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ഇനി വേറെ എവിടെ എത്തിച്ചാൽ അവിടെ എത്തുമ്പോഴാവും ഓർമ്മ, പിന്നെ അവിടുന്ന് ഇവിടേക്ക് എത്താണ്ടാവും. വളരെ സന്തോഷമായി. എൻ്റെ ആ ഉറങ്ങി നീട്ട ദേഷ്യത്തിന് ഞാൻ എന്നെ ശപിച്ചു അല്ലേ? പക്ഷെ ഈ ശാപം തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഞാൻ മറ്റൊരു ശാപമോക്ഷം തരാം. നീയിപ്പോൾ എന്നെ തടുത്തത് ഈ ദണ്ട് ഇടത്തെ കൈകൊണ്ട് വെച്ചിട്ട് നീട്ടിയിട്ടല്ലേ വലത്തെ കമണ്ടലും വെച്ചത്. എൻ്റെ ഈ ഇടത്തെ കയ്യെ വജ്രം പോലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു അനുഗ്രഹം കൊടുത്തു. കൈകൈയുടെ ഇടത്തെ കയ്യെ വജ്രം പോലെയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ ദശരഥ മഹാരാജാവ് അസുരന്മാരോട് ഏറ്റുമുട്ടുന്ന സമയത്ത് തേരിൻ്റെ ആണി മുറിഞ്ഞു അല്ലേ? കൈകേയി വേഗം തരൻ്റെ വിരൽ വെച്ചും കൊണ്ട് ആ ആണിക്ക് സമാധാനമായിട്ട് ആ യുദ്ധം കഴിയുന്നവരെ നിന്നിട്ട് രാജാവിനെ രക്ഷപ്പെടും. അതാണല്ലോ 2 വരം ഞാൻ നിനക്ക് തരാൻ സന്തോഷമായി എന്ന് പറഞ്ഞു. ഒരു സ്ത്രീ കയ്യിൻ്റെ വിരൽ കൊണ്ട് രഥത്തിൻ്റെ തേര് വയ്ക്കും. നമ്മൾ വീട്ടിലെ ശാപ്പാടുണ്ടാക്കുമ്പോൾ കൂട്ടാങ്കാശം മുറിക്കുമ്പോൾ ഒന്ന് കത്തി എരിഞ്ഞാൽ അപ്പച്ചോര വന്നില്ലേ? അങ്ങനെയുള്ള സ്ത്രീയാണ്. ആ യുദ്ധം കഴിയുന്നത് വരെ ഈ കൈ 2 വെച്ച് തടുത്ത് ആ രാജാവിനെ അവിടെ രക്ഷിച്ചു. പക്ഷെ ശാപം എന്തായാലും കിട്ടും. അതാണ് പിന്നെ ശ്രീരാമസ്വാമിയെ പറഞ്ഞേച്ചതിന് മകൻ വന്നിട്ടും മകനും ചേർത്തുവിട്ടു. ലോകത്തിലെ എല്ലാവരും എന്തുകൊണ്ടാണ് കൈകേയി ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുള്ള ആ ശാപം അത് നമുക്ക് അറിയാലോ. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഈ കൈകേയി രാജാവ് ദശരഥ മഹാരാജാവിന് അഭിഷേകം ശ്രീരാമസ്വാമി നിശ്ചയിച്ച് അഭിഷേകം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് നാരദ മഹർഷി അവിടെ വന്നതും. അങ്ങ് ഇവിടെ ഇങ്ങനെ കല്യാണക്കാരനും മിഥില രാജ്യത്തേക്ക് പോയ കഥ അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ, പറയാം. ഏതായാലും അങ്ങ് ഇവിടെ വന്ന് ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്നാൽ ദേവന്മാർ അങ്ങേ പറഞ്ഞയച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങക്കത് നടത്താൻ പറ്റിയിട്ടില്ലല്ലോ. ഇല്ല, അച്ഛൻ അഭിഷേകമൊക്കെ നിശ്ചയിച്ചോട്ടെ നാരദ മഹർഷി. ദേവന്മാരോട് പറഞ്ഞ വാക്ക് ഞാൻ മാറ്റില്ല. ഞാൻ നാളെ അഭിഷേകത്തിന് പോകും. അതിന് ഒരു കാരണം ഉണ്ടാക്കാൻ ദേവന്മാരോട് പറഞ്ഞ് സരസ്വതി ദേവിയുടെ മന്ധരയുടെ നാവുമ്പിൽ പോയിരിക്കാൻ പറഞ്ഞ് ശ്രീരാമസ്വാമിയുടെ ആവശ്യപ്രകാരം തന്നെ ഉടൻ തന്നെ ചെന്ന് ദേവന്മാരോട് വിവരം പറഞ്ഞ് ദേവന്മാർ മന്ധരയുടെ നാവുമ്പിൽ പോയിരുന്ന ശേഷം ആണ് ആ അഭിഷേകം അവിടെ മുടങ്ങണത് അല്ലേ. അപ്പോൾ ഞാനെങ്ങനെ ഇത് പറഞ്ഞു മുടക്കുക, എനിക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ സമയത്തൊക്കെ വഴി മന്ധരയാണ് പറഞ്ഞു കൊടുക്കുക. നമുക്ക് വായിച്ചാൽ തന്നെ അറിയാം. ശ്രീരാമസ്വാമി 14 കൊല്ലം കാട്ടിൽ വസിക്കട്ടെ, ഭരതസ്വാമീനെ രാജാവാക്കി അഭിഷേകം ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും അതറിയാം. എന്താ ഈ 14ൻ്റെ കണക്കെന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരു 10 കൊല്ലം എന്നാലും പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു 20 കൊല്ലം എന്ന് പറഞ്ഞൂടെ? 14ൻ്റെ കണക്ക് ആർക്കെങ്കിലും ഈ ഇരിക്കുന്ന സഭയിൽ ആർക്കെങ്കിലും അറിയിച്ചാൽ പറയാം കേട്ടോ. ഒരമ്മ അറിയില്ല പറഞ്ഞു. അവിടെ വലിയ വലിയ ഗ്രഹന്മാരൊക്കെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഞാൻ പറയാം. രാവണൻ്റെ മകനുണ്ടായി ഇന്ദ്രജിത്ത്. ഇന്ദ്രജിത്ത് ബ്രഹ്മാവിനെ തപസ് ചെയ്തിട്ട് വരം വാങ്ങിയിട്ടുണ്ട്. എന്താ വരം എന്ന് പറഞ്ഞാൽ 14 വർഷക്കാലം ഊണും ഉറക്കവും ഇല്ലാത്ത ഒരാളൊക്കെ എന്നെ കൊല്ലാൻ പറ്റുള്ളൂ എന്നതാണ് വരം.
ബല അതിബല എന്ന് ഉപദേശിച്ച് കൊടുത്തിട്ടുണ്ട് വിശ്വാമിത്ര മഹർഷി എന്ന് പറഞ്ഞു. അപ്പോൾ വിശപ്പില്ല. അതേമാതിരി കാട്ടിലേക്ക് പോകുമ്പോൾ അതിഗംഭീരമായിട്ടുള്ളൊരു ഉപദേശം ലക്ഷ്മണന് സ്വന്തം അമ്മ സൗമിത്രി കൊടുത്തിട്ടില്ലേ? എന്നെ മാതാവിനെ സീതനെ അങ്ങനെ കാണണം, അയോധ്യ അയാൾ പറയില്ലേ? അപ്പോൾ അതേമാതിരി തന്നെ ഇവർക്ക് രണ്ടാളും കാട്ടിലേക്ക് പോകുമ്പോഴും മുമ്പ് ലക്ഷ്മണൻ നടക്കും, ലക്ഷ്മണൻ്റെ പിന്നാലെ സീത, സീതയുടെ പിന്നാലെ ശ്രീരാമസ്വാമി. അപ്പോൾ സദാസമയം ലക്ഷ്മണസ്വാമി ഊണും ഉറക്കവും ഒന്നുമില്ലാതെ ഈ ഇവരെ കാക്കലാണ്. അതാണ് ഈ 14 കൊല്ലം. ആ 14 കൊല്ലം ഊണും ഉറക്കവും ഇല്ലാത്ത ഒരാൾക്ക് എന്നെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വരം വാങ്ങുകയാണ് ബ്രഹ്മാവിൻ്റെ കയ്യിൽ. അതാണ് കൈകേയി 14 കൊല്ലം കാട്ടിൽ പോട്ടെ എന്ന് പറയാനുള്ള ഒരു കാരണം. പക്ഷേ ഇതൊക്കെ ഒന്നും ഇപ്പോൾ അവിടുത്തെ അയോധ്യയിലെ ജനങ്ങൾക്കൊന്നും അറിയില്ലല്ലോ, നമുക്കും അറിയില്ല. ഞാനിപ്പോൾ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. അതേമാതിരി പല സ്ഥലങ്ങളിലും പ്രഭാഷണത്തിന് പോകുമ്പോൾ എന്തുകൊണ്ടറിയില്ല, കുറിപ്പോൾ രാമായണത്തിൻ്റെ പ്രഭാഷണങ്ങൾ 5 കളിയാണ്, എന്ത് ദിവസവും പറഞ്ഞ മാതിരി പ്രഭാഷണങ്ങളാണ്. അപ്പം അങ്ങനെ നോക്കി മനസ്സിലാക്കിയെടുത്തത് ഇപ്പം നമുക്കറിഞ്ഞത് നമ്മൾ മറ്റുള്ളവർക്ക് ചോദിക്കുന്ന ആളുകൾക്ക്. ഭാഗവതം പറയുമ്പോൾ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശമുണ്ട്. ഉദ്ധവരെ ഭഗവാനോട് 21 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഭഗവാൻ അതിന് ഉത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒന്നിൻ്റെ ഉത്തരം ഇതാണ്: ഉദ്ധവരെ, എന്നെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും അങ്ങയോട് ചോദിച്ചാൽ എനിക്കറിയില്ല എന്ന് പറയാം. എന്താ ഉദ്ധവരൊക്കെ എന്നെ പറ്റിയിട്ട് അറിയാം, അത് ഉദ്ധവർ അവർക്ക് പറയണം, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണം. അതേമാതിരി തന്നെ എൻ്റെ പാട്ടുകളും കാര്യങ്ങളും എന്തെങ്കിലും ഭജനയിട്ട് ഉദ്ധവർക്ക് എന്താ തോന്നുന്നത് അതും പറഞ്ഞു കൊടുക്കാൻ മടിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ തത്വം വെച്ചിട്ട് നീങ്ങുന്ന ആളാണ്. കാരണം എൻ്റെ ജോലി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷേ തൊട്ടടുത്ത അമ്പലത്തിൽ സപ്താഹം കേൾക്കാൻ വേണ്ടി പോയി സമയത്ത് അതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഉച്ചയ്ക്കൊക്കെ ഓരോ സമയത്ത് ഓരോ മണിക്കൂർ ആചാര്യന്മാർ വന്നിട്ട് പ്രഭാഷണമാണ്. അപ്പം അന്ന് ഒരു ദിവസം ഞാൻ അതേമാതിരി കേൾക്കാൻ പോയ സമയത്ത് അന്ന് ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞ ആ ആചാര്യന് വരാൻ പറ്റിയില്ല. രാജസൂയ വിഷയം. അപ്പം ഇവരെന്നോട് പറയാൻ പറ്റുമല്ലോ. ഞാൻ പറയും എനിക്കോ ഞാനൊന്നും ഇതുവരെ പറഞ്ഞില്ല, ഒന്നും സമ്മതിച്ചില്ല, നിങ്ങൾക്ക് അറിയണത് പറഞ്ഞാൽ മതി എന്നൊരു വാക്കപ്പം അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു. അപ്പം ഈ ഉദ്ധവരുടെ ഉപദേശത്തിൽ അറിയില്ല എന്ന് പറയരുത്, എന്നെപ്പറ്റി എന്താ നിങ്ങൾക്ക് അറിയണത് അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാണ്. അത് ഞാൻ പറഞ്ഞു. രാജസൂയം എങ്ങനെയോ ഗുരുവായൂരപ്പൻ തന്നെ രക്ഷിച്ചു. മനുഷ്യൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വിറക്കിയായിരുന്നു. പക്ഷേ ബുദ്ധിമുട്ട് കൂടാതെ ഞാനത് പറഞ്ഞു നോക്കി. കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി, ശരിയെന്നും പറഞ്ഞു. അതിൻ്റെ പിറ്റത്തെ കൊല്ലണ്ട ഇവർ അതുവരെ നടത്തിയിരുന്ന ആചാര്യൻ എന്തോ ഈ കമ്മിറ്റിക്കാരൊക്കെ വളരെ വേഗം ഉടക്കുമല്ലോ ഞങ്ങളൊക്കെ. അതേമാതിരി ഉടക്കിയപ്പോൾ ഇവർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ കൊല്ലം സപ്താഹം നിങ്ങൾ നടത്തണം. ഞാൻ പറഞ്ഞു ഞാൻ സപ്താഹം നടത്തില്ല, എനിക്കിതിനെപ്പറ്റി അറിയില്ല. പിന്നെ അവരപ്പോൾ ഇതേ വാക്ക് ഉപയോഗിച്ചു. ചുരുക്കം ഞാൻ ആ സപ്താഹം അവിടുന്ന് തുടങ്ങിയതാണ്. ഒരു അയ്യപ്പൻകാവിലായിരുന്നു. 9 കൊല്ലം ഞാനവിടെ മുടങ്ങാതെ നടത്തി. അപ്പോൾ അതിനുശേഷം അവിടുത്തെ ആ വലിയൊരു ടീച്ചറാണ്, അവർ മരിച്ചു. 101 വയസ്സിൽ അവർ മരിച്ചത്. അതുവരെ അവിടെ സപ്താഹം നടത്തി. ടീച്ചർ മരിച്ചു, സപ്താഹം നിൽക്കും ചെയ്തെന്നു അവിടെ. അല്ല, അപ്പോൾ എന്താ ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചാൽ, നമ്മൾ അറിയുന്നത് നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാമെന്ന്. അപ്പം ആർക്കും അതാ പറഞ്ഞത്, അയോധ്യാവാസികൾക്കോ ബാക്കിയുള്ള ഒരാൾക്കും ഈ 14ൻ്റെ കണക്ക് അറിയില്ല. ഇപ്പോൾ ഈയിടെ മങ്കടയിലൊരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടുന്ന് ഇതേമാതിരി സപ്താഹം പറയുന്നൊരു ആചാര്യ അവരെന്നോട് ഇപ്പോഴും ഞാൻ ഇതേമാതിരി ഒരു കഥ പറയുമ്പോൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞപ്പോഴാണ് അവരത് മനസ്സിലാക്കിയത്. കാരണം ഇതൊക്കെ വളരെ പല 20 രാമായണങ്ങളുണ്ട്.
അതിൽ നിന്ന് ഓരോന്നിലും ഓരോ തരത്തിലാണ് വ്യത്യസ്ത. ഇപ്പോൾ ഇവിടെ എഴുത്തച്ഛൻ പറഞ്ഞമായി അത് ഓരോരുത്തരും ഓരോ തരത്തിൽ പറഞ്ഞു. അഗസ്ത്യ രാമായണത്തിൽപ്പെട്ട കഥകളാണ്. അതാണ് ഈ 14 കൊല്ലത്തിൻ്റെ കണക്ക്. അതിനുശേഷം പിന്നെ നമ്മുടെ രാമായണത്തിൽ പറയുന്നുണ്ട്, ഇനി നമുക്ക് മിഥില രാജ്യത്തേക്ക് പോവാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സുബാഹു എന്ന് പറയുന്ന മാരീജൻ സുബാഹു എന്ന് പറഞ്ഞ അസുരന്മാർ, മാരീജൻ ആഗ്നേയാസ്ത്രത്തിൽ നിന്ന് സമുദ്രത്തിൽ ചാടി രക്ഷപ്പെട്ടു എന്നും സുബാഹുവിനെ ശ്രീരാമസ്വാമി വധിച്ചു എന്ന് പറഞ്ഞു. ഇനി നമുക്കിവിടെ അടുത്തുണ്ട് മിഥില രാജ്യം, അവിടേക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീരാമസ്വാമിയും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ ലക്ഷ്മണസ്വാമിയും കൂടി മിഥില രാജ്യത്തിലേക്ക് പോകുന്ന വഴിയാണ്. ആ സമയത്ത് ഗംഗാനദിയുടെ അടുത്തെത്തുക. ഗംഗാനദിയുടെ അടുത്തെത്തിയപ്പോൾ ഗംഗയുടെ പ്രാധാന്യം എന്ന് കേട്ടിട്ടുണ്ടോ ചോദിക്കും. ശ്രീരാമസ്വാമി പറഞ്ഞു, അല്ല എനിക്കറിയില്ല, എന്നാൽ ഞാനത് പറയാം എന്ന് പറയാം. പക്ഷേ ഇപ്പം ഞാനത് ഇവിടെ പറയുന്നില്ല. കാരണം ഇപ്പം നമ്മൾ രാമായണം അങ്ങ് പോട്ടെ, അത് മറ്റൊരു കഥയുടെ കുറേ നേരം പറയാനുണ്ട്. ഞാൻ നാളെ മുന്നോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വരാതിരിക്കട്ടെ എന്നൊക്കെ ചോദിക്കാൻ മുരളിയെന്നോട് സമ്മതിച്ചില്ല. കാരണം ഇങ്ങനെ കുറച്ച് ദൂരമുണ്ട്. 5:30 മണിക്ക് വീട്ടിൽ നിന്ന് പോകുന്ന ആളെ ഞാൻ ഇവിടെ എത്തിയപ്പോൾ തന്നെ 9:45. അറിയില്ല, ഞാനൊട്ട് ചോദിച്ചതുമില്ല. അതിൽ ചോദിക്കാൻ ഉദ്ദേശമുണ്ട്. പിന്നെ ഒരേ ദിവസം തന്നെ 2 ആചാര്യന്മാരെ എങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വല്ല വിഷമം വരുമെന്ന് അതും എനിക്കറിയില്ല. എന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ പറഞ്ഞു, ആൾക്കാർക്ക് ഒരേ ദിവസം തന്നെ 2 ആളെ കണ്ട ഞാൻ ഭഗവതിയുടെ അടുത്തേക്കല്ലേ പോണേ, ആൾക്കാരെ നോക്കണ്ട പറഞ്ഞു. ഏതായാലും ഇപ്പോൾ നമുക്ക് ഈ മിഥില രാജ്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഗംഗാനദിയെക്കുറിച്ച് കഥ ശ്രീരാമസ്വാമിക്ക് വിശ്വാമിത്ര മഹർഷി ഉപദേശിക്കുന്നുണ്ട്. അത് നമുക്ക് ഇന്ന് പറ്റിയില്ലെങ്കിൽ നമുക്ക് നാളെ പറഞ്ഞുതരാം. ഇവിടെ നേരെ അങ്ങനെ പോയി ജനക മഹാരാജാവിൻ്റെ അവിടെ എത്തി വില്ല് പൊട്ടിച്ച് നമ്മൾ അധ്യാത്മരാമായണത്തോടെ പോവാം. അത് ആ പോകുന്ന വഴിക്കാണ് അഹല്യാമോക്ഷം അല്ലേ. ഇവിടെ എത്രയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അഹല്യാമോക്ഷത്തിനെ കുറിച്ച് പറയും. അഹല്യാമോക്ഷം എഴുത്തച്ഛൻ്റെ രാമായണം വായിച്ചാൽ നമുക്കെല്ലാവർക്കും ഇന്ദ്രനോടൊരു ദേഷ്യം തോന്നും ഇല്ലേ. എത്രയും ഇന്ദ്രൻ ചെയ്തത് ശരിയായില്ല അല്ലേ, മഹാമോശമായി അല്ലേ, അങ്ങനെയല്ലേ തോന്നുക. പക്ഷേ അഹല്യ നല്ല പാതിവൃത്യമുള്ളൊരു സ്ത്രീയാണ്. എന്തുകൊണ്ടാണ് ഇന്ദ്രൻ ഇങ്ങനെ വഴങ്ങിയത് എന്ന് ചോദിച്ചാൽ, അഹല്യയ്ക്ക് ഇന്ദ്രനോട് ഒരു ഇഷ്ടമുണ്ട്. ഇഷ്ടമല്ലാത്ത കാരണം ഇത്രയും പാതിവൃത്യമുള്ളൊരു സ്ത്രീക്ക് ഇങ്ങനെ മറ്റൊരാൾ വേഷം മാറി വന്നാൽ അവർക്കത് അറിയാനുള്ള കഴിവുണ്ടാവും ഇല്ലേ. പക്ഷേ ഇവിടെ അഹല്യ പിന്നെ എന്തേ വഴങ്ങിയത് എന്നാണ് ചോദ്യം. അത് രാമായണത്തിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു കഥയിലേക്ക് നമ്മൾ പോവാട്ടോ. പണ്ട് ശിവപുരാണം വായിച്ചാൽ നമുക്കറിയാം, ശീലാവതി എന്നു പേരായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ശിവപുരാണത്തിൽ വളരെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരും ഇതേമാതിരി വളരെയധികം പാതിവൃത്യം ഉള്ള ഒരു സ്ത്രീയായിരുന്നു. ഭർത്താവിന് വേണ്ടിയിട്ട് എന്താ ഭർത്താവ് പറഞ്ഞാൽ അത് ചെയ്യും, എത്ര വിഷമിച്ചാലും. പണ്ടത്തെ കാലത്തേ നടക്കുള്ളൂ കേട്ടോ. ഇന്നിപ്പോൾ എന്തേലും പറയണം ഞാൻ
എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 45 കൊല്ലമായി. അതുകൊണ്ട് ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഇപ്പോഴത്തെ കാലത്തെ പറയില്ലേ അപ്പോൾ തന്നെ മക്കളുടെ. കാരണം എന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ മൊത്തത്തിൽ കേരളത്തിലല്ല എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. ഭർത്താവിനെ ഇത്രയധികം പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ലോകത്ത് വേറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പണ്ട് കാലത്തൊക്കെ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടൊക്കെ അമ്മയൊക്കെ പറഞ്ഞിരുന്നു, എന്താ നീ ശീലാവതിയാ? ആരായി ശീലാവതി വെച്ചിട്ടാ? പക്ഷേ വളരെയധികം ഭർത്തൃശുശ്രൂഷ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ശീലാവതി. അവരുടെ ഭർത്താവിൻ്റെ പേരാണ് ഉഗ്രശ്രവസ് എന്നാണ് പേര്. മൂക്കത്ത് ശുണ്ഠികളൊക്കെ ദുർവാസാവിൻ്റെ അതേ കാലം. പക്ഷേ അദ്ദേഹത്തിന് ഒരു അസുഖമുണ്ട്, കുഷ്ഠരോഗിയാണ്. ഇപ്പം നടക്കാനൊക്കെ വിഷമാണ്, അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം തൻ്റെ ഭാര്യയായ ശീലാവതിയോട് ഒരാഗ്രഹം പറഞ്ഞു. കുറച്ച് ദൂരത്ത് ഒരു സ്ത്രീ, മോശമായിട്ട് താമസിക്കുന്ന ഒരു സ്ത്രീ, ഒരു വേശ്യാസ്ത്രീയാണ്. കേട്ടിട്ടുണ്ടോ കഥ? ഉണ്ടല്ലേ? എന്തായാലും ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അവരുടെ അടുത്തേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകണം. എല്ലാവരും കേട്ടു ചെന്നാൽ ഞാൻ പിന്നെ ആ കഥ മാറ്റാം, ഇല്ലേ? അപ്പോൾ എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം പറഞ്ഞു. സ്വന്തം ഭാര്യയോടാണ് പറയണതേ. ആലോചിക്കണം നിങ്ങൾ. അയാളുടെ തോന്നിവാസം നോക്കും. പറയുമ്പോൾ കുഷ്ഠരോഗിയാണ്. ഇതൊന്നുമില്ലാത്ത നമ്മൾ തന്നെ ഇപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ നിങ്ങളാണ് ചെയ്തോളെന്ന് പറയില്ലേ ആ കാലപ്പോ. ഏതായാലും ഭർത്താവിൻ്റെ ആഗ്രഹമല്ലേ. അപ്പം ഇയാൾക്ക് നടക്കാൻ വയ്ക്കുമോ? ഇല്ല, തോളിലിരിക്കണം. ഈ ശീലാവതി തൻ്റെ ഭർത്താവായ ഉഗ്രശ്രവസിനെ തൻ്റെ തോളിലിരുത്തിയിട്ട് കൊണ്ടുപോവുകയാണ് ഈ സ്ത്രീയുടെ അടുത്ത്. അങ്ങനെ പോകുന്ന വഴിക്ക് മാണ്ഡവ്യ മഹർഷി എന്ന പേരായ ഒരു മഹർഷി അദ്ദേഹത്തിനെ ഒരു ശൂലത്തുമ്പിലിനെ കടത്തിയിരിക്കുക. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ, കുറച്ച് കള്ളന്മാർ അവരിങ്ങനെ രാത്രി ആയ സമയത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് കളവ് നടത്തിയ സമയത്ത് പിറ്റേ ദിവസം അറിഞ്ഞ വഴിക്ക് രാജാവ് ഭടന്മാരോട് അവരെ പോയി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭടന്മാർ തൻ്റെ പിന്നാലെ വരുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഇവർ ഓടി അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം കാണാഞ്ഞപ്പോൾ മാണ്ഡവ്യ മഹർഷി അവിടെ ഇങ്ങനെ തപസ്സിലിരിക്കുകയാണ്. തപസ്സിലിരിക്കുമ്പോൾ ഒന്നും അറിയില്ലല്ലോ, ഇല്ലേ? വളരെ ഭഗവാനിലൊക്കെ അവർ മഹർഷിമാർക്കൊക്കെ അത്രയും പെട്ടെന്ന് മനസ്സുറച്ച് നിൽക്കും. നമുക്കൊന്നും ഉറച്ച് നിൽക്കില്ല കേട്ടോ. ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കും. ലളിതാ സഹസ്രനാമൊക്കെ ചെല്ലുമ്പോഴേ ഭഗവതിയെ നല്ലോണം മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ചെല്ലി അങ്ങനെ ചെല്ലും. ശ്രീ മാതാ ശ്രീ മഹാരാജ അപ്പുറമൊക്കെ റെഡിയാവും. ഒരു 10-20 ശ്ലോകമൊക്കെ എത്തുമ്പോഴേക്ക് പോവുകയാണ് മനസ്സേ. ഏതെങ്കിലും പോയി നമുക്ക് കിട്ടില്ല. ഇന്ന് വരെ സാധിച്ചില്ല കേട്ടോ. 182 ശ്ലോകമല്ലേ. മുഴുവൻ ആ ഭഗവതിയുടെ മുഖം നോക്കിയിരുന്നും കൊണ്ട് വെച്ചാൽ നമ്മളെ മനസ്സിൽ ഇപ്പോൾ കാടാമ്പുഴ ഭഗവതിയെ ആവാഹിച്ച് മനസ്സിലേക്ക് ഇരുത്തി ആ മുഖത്ത് നോക്കിയിട്ട് മാത്രമല്ല, എനിക്കൊക്കെ എൻ്റെ തൊണ്ട വെട്ടമായിട്ട് ദുർഗാ ഭഗവതിയാണേ. അവിടെ പോയിട്ട് ഞാൻ ദിവസേന രാവിലെ പണ്ട് കാലത്ത് കുളത്ത് കുളിച്ചിരുന്നു. അത് വലിയൊരു കുള. എന്നിട്ട് കുളി കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഈ ലളിതാ സഹസ്രനാമം അന്നൊക്കെ നോക്കിയിട്ട് തന്നെ ചെല്ലും. എപ്പോഴും നോക്കിയിട്ടേ ചെല്ലാൻ പാടുള്ളൂ. കാണാൻ പാടറിയിച്ചാലും നോക്കിയിട്ട് നമ്മൾ ചെല്ലണം എന്നാണ്. അങ്ങനെ ചെന്നിരുന്ന ഒരു കാലമുണ്ട്. അപ്പോൾ ആ ഭഗവതിനെ നല്ലോണം മനസ്സിലേക്ക് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കിട്ടില്ല. 182 ശ്ലോകമൊന്നും നമ്മുടെ മനസ്സിലേക്ക് നിൽക്കില്ല. പക്ഷെ മുനിമാരൊക്കെ അങ്ങനെയല്ലല്ലോ, അവർ വളരെയധികം. അതേമാതിരി തന്നെ മാണ്ഡവ്യ മഹർഷി തപസ്സിരിക്കുന്ന സമയത്ത് ഈ കൊള്ളക്കാർ വന്നു. അപ്പോൾ അവിടെ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ ആശ്രമം അപ്പുറത്തുണ്ടേനും. ഇവിടേക്ക് പെട്ടെന്ന് ആരും വരില്ല. കൊള്ളക്കാർ കള്ളന്മാർ ആശ്രമത്തിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. കുറേ കഴിഞ്ഞപ്പം ഭടന്മാരെ അന്വേഷിച്ച് വരുമ്പോൾ അപ്പോഴും മഹർഷി തപസ്സിലാണ്. മഹർഷിയോട് ചോദിച്ചു, വിളിച്ചുണർത്തി, എന്തായി? ഇവിടേക്ക് കുറച്ച് ആൾക്കാർ വന്നിട്ട് വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി ഇരിക്കുന്നുണ്ടോ? അവിടേക്ക് ആരെങ്കിലും വന്നോ ചോദിച്ചു.
അറിയില്ല, എനിക്കറിയില്ല. അപ്പോൾ കൊള്ളക്കാർ നമുക്കെന്തായാലും ഒന്ന് വീട്ടിൽ കയറി വെക്കുക. അവർ വീട്ടിൽ നോക്കിയപ്പോൾ ഈ കൊള്ളക്കാർ അവിടെ ഇരിക്കണം. അവരെ പിടിച്ചു. മഹർഷിയോട് പറഞ്ഞു, നിങ്ങളീ ഞങ്ങൾ കൊണ്ടുപോകണം രാജാവിൻ്റെ അടുത്തേക്ക്. എന്താച്ചാ ശിക്ഷ അനുഭവിച്ചോളൂ. ഇവർ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അറിയാത്ത ഭാവത്തിൽ ഇരുന്നാണെന്നാണ് ഞങ്ങൾ പറയണത്. മാണ്ഡവ മഹർഷി ഞാൻ ധ്യാനത്തിലിരുന്ന് അറിയില്ല എന്നും പറഞ്ഞ് സമ്മതിച്ചില്ല. കൊണ്ടുപോയി ഇദ്ദേഹത്തെയും കൊണ്ടുപോയി കൊള്ളക്കാരെയും കൊണ്ട് രാജാവിൻ്റെ മുമ്പിൽ. ഇദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലാണ് ഒളിച്ചിരുത്തി. അദ്ദേഹം അവളെ ഒളിച്ചിരുത്തിയായിരുന്നു. നന്നായില്ല. കൊള്ളക്കാർക്ക് ശിക്ഷ, മാണ്ഡവ മഹർഷിക്ക് ഒരു ശിക്ഷ കൊടുത്തു. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആശ്രമത്തിൽ കയറില്ലേ, നിങ്ങളെ ശൂലത്തുമ്പിൽ കടത്തട്ടെ. ശൂലത്തുമ്പിൽ കുത്തിക്കടത്തിയ മാണ്ഡവ മഹർഷീനെയാണ്. പക്ഷെ മഹർഷി ചില്ലറക്കാരനല്ല, മാണ്ഡവ്യ മഹർഷിയല്ലേ. അദ്ദേഹത്തിനെ യമൻ്റെ അടുത്തേക്ക് ചോദിച്ചു. അദ്ദേഹം ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ ശൂലത്തുമ്പിൽ കിടത്താൻ വേണ്ടിയിട്ട് എന്ത് ശിക്ഷ തെറ്റാണ് ഞാൻ ചെയ്തത്, ഞാൻ എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ യമൻ മറുപടി പറഞ്ഞു, 5 വയസ്സിന് മുമ്പായിട്ട് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു ഈർക്കലേമിൽ ഒരു ഈച്ചേനെ കുത്തിക്കയറ്റി കൊണ്ടിട്ടുണ്ട്. അതിന് പകരമാണ് ഈ ശിക്ഷ. മഹർഷി ചോദിച്ചു, ബുദ്ധി ഉറക്കാത്ത പ്രായത്തിൽ ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തതിനാണ് എനിക്ക് ഈ ശിക്ഷ? എന്നാൽ ഞാൻ മറുപടി ആയിട്ട് അങ്ങക്കൊരു ശിക്ഷ തരികയാണ്. അങ്ങിപ്പം എന്നെ ഈ ശിക്ഷയിൽ കിടത്തിയുണ്ട് അങ്ങൊരു ശൂദ്രസ്ത്രീയുടെ മകനായിട്ട് ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് യമന്. ആ യമധർമ്മൻ മഹർഷിയാണ് ഇവിടെ വിദുര മഹാശയൻ എന്ന പേരിൽ വ്യാസഭഗവാന് ശൂദ്രസ്ത്രീയിൽ ഉണ്ടായ ആൾ. മാണ്ഡവ മഹർഷി അങ്ങോട്ടും ചോദിച്ചു. ഇതിപ്പോൾ മാണ്ഡവ മഹർഷി നമ്മൾ എന്ത് കഥ പറയുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ വന്നത്? ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനെ ഉഗ്രശ്രവത്തിനെ തോളിലേറ്റിക്കൊണ്ടു പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാല് മാണ്ഡവ മഹർഷിയുടെ മുഖത്തെ ഉടനെ തട്ടിപ്പ് ഞെട്ടി ഉണർന്നു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ആരാണ് എന്താണെന്ന് ചോദിച്ചു മഹർഷി. അപ്പോൾ പറഞ്ഞു, ഞാൻ ശീലാവതി പറഞ്ഞ സ്ത്രീയാണ്. ഞാൻ എൻ്റെ തോളിലിരിക്കുന്നത് എൻ്റെ ഭർത്താവാണ്. ഭർത്താവിൻ്റെ ആവശ്യപ്രകാരം അവരുടെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞപ്പം മാണ്ഡവ മഹർഷിക്ക് വളരെയധികം ദേഷ്യം വന്നു. ഇത്രയും പാതിവൃത്യമുള്ള ഒരു സ്ത്രീ, എന്താണ് ഭർത്താവ് പറഞ്ഞ അത് കണ്ണടച്ച് കേട്ടുകൊണ്ട് നടക്കുന്ന ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു സ്ത്രീക്ക് നിങ്ങൾ ഇത്രയും മോശമായ ഒരു പ്രവൃത്തി പറഞ്ഞില്ലേ, അത്ര നശിച്ച ആളാണ് നീ. അതുകൊണ്ട് നാളെ രാവിലെ സൂര്യൻ ഉദിച്ചാൽ എൻ്റെ തല പൊട്ടിത്തെറിക്കട്ടെ ഒന്ന് കൊടുത്തു ശാപം മാണ്ഡവ്യ മഹർഷി. ആർക്ക്? ഈ ഉഗ്രശ്രവസിന്. അയ്യോ പറഞ്ഞു. ആര്? ശീലാവതി ഭാര്യ. വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ചെയ്യാം? ശാപം പിൻവലിക്കാൻ പറഞ്ഞാൽ അത് കൂട്ടാക്കൂല്ല. അയ്യോ അരുത്തെ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭർത്താവ് അത്രയും മോശമായുള്ള പ്രവൃത്തിയാണ് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത്, ഞാൻ ഒരിക്കലും ശാപമോഷമൊന്നും കൊടുക്കില്ല പറഞ്ഞു. ശരി പറഞ്ഞു. അദ്ദേഹം ആദ്യ സമയത്ത് ശീലാവതി പറഞ്ഞു, ഇത്ര കാലമായിട്ട് ഞാൻ ഈശ്വരനെയും ഭരിക്കലും എല്ലാ ദൈവീശ്വരങ്ങളെയും ഭരിക്കണം, അതേമാതിരി തന്നെ എൻ്റെ ഭർത്താവിനെയും അങ്ങേയറ്റം ശുശ്രൂഷിച്ച് വളർത്തി, എന്താ വേണ്ടച്ചാൽ ഒരെതിരഭിപ്രായം പറയാതെ, ഇന്നത്തെ സ്ത്രീകളെ മാതിരി അല്ലാതെ എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ഞാൻ. അങ്ങനെ ഇതായിട്ട് പാതിവൃത്ത ശക്തിയോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന ഈ ഭർത്താവ് നാളെ രാവിലെ സൂര്യൻ ഒഴിച്ചാൽ തല പൊട്ടിത്തെറിക്കും അല്ലേ? എൻ്റെ ശക്തി ശരിയാണെങ്കിൽ, എന്നെ ഭഗവാന്മാർ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാളെ രാവിലെ സൂര്യൻ ഉദിക്കാതെ പോട്ടെ. ശീലാവതി ഒരു ശാപം. സൂര്യൻ ഉദിക്കാതിരുന്ന ഭർത്താവ് മരിക്കില്ലല്ലോ, ബുദ്ധിമുട്ടായി. അപ്പോൾ ഉടൻ തന്നെ
ഇനി എന്താ ചെയ്യാന്നായി. സാധാരണമായ സൂര്യഭഗവാൻ ഉദിക്കാൻ വേണ്ടി വരുന്ന സമയത്തെ ഉദിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ശാപമുണ്ട്. അതുകൊണ്ട് ഇന്ന് സൂര്യന് വലിയ റെസ്റ്റ്. സൂര്യൻ ഉദിക്കാൻ ഞാൻ എന്താ ചെയ്യാം, രാവിലെ ആവില്ലല്ലോ, എല്ലാവർക്കും വിഷമല്ലേ, പകല് സൂര്യൻ ഉദിക്കാൻ ഞാൻ ആകെ പ്രശ്നമല്ലേ. ആ സമയത്ത് ശരി, ദേവന്മാരെ എല്ലാവരും കൂടി സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി പോയിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആ ശീലാവതിയെ ഉപദേശിച്ച് ശരിയാക്കണം, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കാഞ്ഞാൽ ലോകത്ത് ഇരുട്ട് മാത്രം വ്യാപിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ബ്രഹ്മാവ് ചെന്നു ശീലാവതിയുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെയാണോ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സൂര്യൻ ഉദിക്കാൻ ഞാൻ സമ്മതിക്കില്ല, എങ്ങനെയാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യട്ടെ, സൂര്യൻ എന്തായാലും നാളെ ഉദിക്കട്ടെ, ഭർത്താവ് മരിച്ചാൽ ഞാൻ ജീവിപ്പിച്ച് തരാം, അതുകൊണ്ട് സൂര്യൻ ഉദിക്കാൻ അങ്ങനെയാണ് അങ്ങ് എനിക്ക് വാക്ക് തരണം വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ പറയും. പറഞ്ഞ പ്രകാരത്തിൽ തന്നെ പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചു, ഇദ്ദേഹം മരിച്ചു. മരിച്ച സമയത്ത് ബ്രഹ്മാവിൻ്റെ കമണ്ടലൊന്ന് എടുത്ത് വെള്ളമൊക്കെ തളിച്ച് അദ്ദേഹത്തെ ജീവിപ്പിച്ചു. അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു. പിറ്റേ ദിവസം അപ്പോൾ സൂര്യൻ ഉദിച്ചു. സൂര്യൻ ഉദിച്ചു വന്നിട്ട് വരുണ ഭഗവാൻ അല്ലേ, അരുണൻ വന്നിട്ട് സാധാരണമാരി പേര് ഇതൊക്കെ കെട്ടി പുറപ്പെട്ട സമയത്ത് അവിടുന്ന് സാധാരണമാരി യാത്ര തുടങ്ങി. അപ്പം സൂര്യഭഗവാൻ ചോദിച്ചു, ഇന്നലെ എന്തുണ്ടായേ, പിന്നെ കണ്ടില്ലല്ലോ, രാവിലെ ഇന്ന് ഉദിക്കണ്ടെന്നുള്ള ഓർഡർ ഉണ്ട്, അതുകൊണ്ട് ഉദിച്ചില്ല, അപ്പം എവിടേക്കേ പോയേ, ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്ന് ചോദിച്ചു അരുണനോ. അപ്പം പറഞ്ഞു, അല്ല വ്യക്തമായി തന്നെയാണല്ലോ, നമ്മൾ രാവിലെ എവിടേക്കെങ്കിലും പോകാൻ പുറപ്പെട്ട ഇന്ന് ബസ്സില്ല, സമരാത്ര അല്ലേ, ബന്ധാ, യാത്ര മുടങ്ങി, പോക്ക് മുടങ്ങി, അല്ലാതെ മാറ്റിനെ ഇന്നിപ്പോൾ സൂര്യൻ ഉദിക്കണ്ടല്ലോ, എവിടേക്കും പോകേണ്ട, റെസ്റ്റുമാണ്. അപ്പം ഞാൻ അപ്പോൾ ഇവിടെ എങ്ങനെ ഇരുന്നിട്ട് കാര്യം ചോദിച്ചു, ഞാനപ്പം ഇങ്ങനെ ഇന്ദ്രദേവൻ്റെ അടുത്ത് നിന്ന് പോയി സ്വർഗ്ഗലോകത്തൊന്ന് കണ്ട് വരാൻ വിചാരിച്ചിട്ട് ഇന്ദ്രൻ്റെ അടുത്തേക്ക് ഒന്ന് പോയതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഉണ്ടായി, അവിടെ കണ്ടു, സ്വർഗ്ഗലോകമൊക്കെ കണ്ടു, അവിടുത്തെ അപ്സരസ്ത്രീകളെയൊക്കെ കണ്ടു, എന്തൊക്കെ ഉണ്ടായി ചോദിച്ചു. അപ്പോൾ അവിടേക്ക് ഞാൻ ചെന്ന് പോകാൻ വേണ്ടി നോക്കുമ്പോൾ സെക്യൂരിറ്റിക്കാർ തടുത്തു. ഇവിടെ ആണുങ്ങൾക്ക് പ്രവേശനമില്ല, സ്ത്രീകൾക്കേ പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞു. അത്ര ദൂരം വന്നിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക വിചാരിച്ചു. വേഗം ഞാൻ പോയിട്ട് ഒരു സ്ത്രീവേഷം അങ്ങോട്ട് കെട്ടി. ഹരുണൻ ഒരു സ്ത്രീവേഷം കെട്ടിയിട്ട് ചെന്നപ്പോൾ ശരി പോയി. അവിടെ ചെന്നപ്പോൾ അപ്സര സ്ത്രീകളുടെ ഡാൻസാണ്, മുപ്പത്തിയേരും ഒപ്പം കൂടി നല്ല ഡാൻസ്. പതിവില്ലാത്തൊരാളെ എക്സ്ട്രാ ആയിട്ട് കാണുമ്പോൾ ഇന്ദ്രൻ സൂക്ഷിച്ച് നോക്കി. കാണാൻ നല്ല ഭംഗിയാണ്. പണ്ട് ചില സീരിയലിലൊക്കെ ആണുങ്ങളാ പെൺമേഷം അല്ലേ, പക്ഷേ നല്ല ചിലവരെ കണ്ടാൽ മോശമാണ്, ചിലത് കണ്ടു കഴിഞ്ഞല്ലേ. ഞാൻ അങ്ങനെ സീരിയലൊന്നും കാണലില്ലാത്ത, പക്ഷെ ചിലപ്പോൾ എപ്പോഴേലും കണ്ടാലുള്ള വർത്തമാനം അപ്പോൾ ഈ പറയണതേ. ഏതായാലും അപ്പോൾ ഇന്ദ്രൻ ആരാണ് എന്താണ് അന്വേഷിച്ച് വരാൻ പറഞ്ഞു. വിട്ടു വന്ന ഇങ്ങനെയാണ് പറഞ്ഞത്. എന്തായാലും ഇന്ദ്രനല്ലേ, ഒന്ന് ആലിംഗനം ചെയ്തു, വിട്ടു പോകുന്നു അവിടുന്ന്. അപ്പോൾ ഈ കഥ സൂര്യഭഗവാനോട് പറഞ്ഞു. ഇത്ര കാലമായിട്ട് ഈ നേരം വരെ എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ ആ സ്ത്രീവേഷം എനിക്കൊന്ന് കാണിച്ചു തന്നില്ലല്ലോ, എനിക്കിനി എന്തായാലും ആ സ്ത്രീവേഷം ഒന്ന് കണ്ടേ മതിയാവുമെന്നാണ്. അതൊന്നും എത്ര ശരിയാവില്ല. എത്ര ശരിയായാലും ഇല്ലെങ്കിലും പറ്റില്ല. നമ്മൾ ഭാഗവതം വായിക്കുമ്പോഴും ദേവന്മാർ തന്നെ ഉണ്ടല്ലോ, മോഹിനി അവതാരം ധരിച്ചിട്ട് പറഞ്ഞില്ലേ, അപ്പം മഹാദേവന് മോഹം വന്നിട്ട് എനിക്ക് ആ മോഹിനി അവതാരം കാണണമെന്ന്
വൈകുണ്ഠത്തിലെത്തി പാർവതി സമേതനെത്തി പറഞ്ഞ സമയത്ത് അതൊന്നും ശരിയാവില്ല പറഞ്ഞു, എല്ലാം എനിക്ക് കണ്ടേ പറ്റൂ എന്ന് പറയണമെന്നുള്ളൂ. എന്നിട്ടാണല്ലോ അയ്യപ്പൻ്റെ ജന്മം എന്നല്ലേ പറയുന്നത്. അതേമാതിരി തന്നെ ഇദ്ദേഹം പറഞ്ഞു അതൊന്നും അത്ര ശരിയായി, എങ്ങനെയായാലും ഇന്ദ്രന് കാണിച്ചു കൊടുത്ത ആ രൂപം എനിക്കൊന്ന് കാണണം എന്നാണ് സൂര്യഭഗവാൻ. ശരി പറഞ്ഞു, കാരണം ആവട്ടെ വൈകുന്നേരം ആവട്ടെ, വൈകുന്നേരം വരെ ഇപ്പം ജോലിയല്ലേ. വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ സൂര്യഭഗവാന്റെ മുമ്പിലും ആ സ്ത്രീവേഷം കാട്ടിക്കൊടുത്തപ്പോഴത്തേക്ക് സൂര്യഭഗവാനും ഒന്ന് ആലിംഗനം ചെയ്തു. ഗർഭിണിയായി. ആ സമയത്ത് സമയത്തിന് പ്രസവിച്ചു 2 കുട്ടികൾ. അതോ ഒന്ന് ഇന്ദ്രൻ്റെയും ഒന്ന് സൂര്യൻ്റെയാണ്. നല്ല കൗതുകം കാണാൻ അല്ലേ. ഇന്ദ്രൻ വിചാരിച്ചു എന്താ ഇപ്പോൾ ഈ കുട്ടികളെ ചെയ്യുക, ദേവലോകത്ത് വളർത്താൻ പറ്റൂലല്ലോ. ഈ 2 കുട്ടികളെ എടുത്ത് കൊണ്ടുവന്നിട്ട് അഹല്യയുടെ അടുത്താണ് കൊടുത്തത്. അവിടെ അങ്ങനെ ശാപവും മന്ത്രവും കാര്യങ്ങളും ഒക്കെ തന്നെയല്ലേ ഉള്ളൂ. ഒരു ഭാര്യ ബന്ധത്തിലല്ലല്ലോ ഗൗതമ മഹർഷിയും അഹല്യരൊക്കെ ജീവിതം. കുട്ടികളെ കൊടുത്തു എന്ന് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. ഉണ്ടാവുമല്ലോ, സ്ത്രീകളായാൽ ചെറിയ കുട്ടികളെ കണ്ടാൽ അവർക്ക് അതെ ഞാൻ നോക്കിക്കോളാം അവർ സ്വീകരിച്ചു. ഇന്ദ്രനല്ലേ ഇത്രയും 2 സുന്ദരൻ കുട്ടികളെ എനിക്ക് കൊണ്ടുവന്ന് തന്ന എന്നൊരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ അഹല്യയ്ക്ക് തോന്നി. ആ ഇന്ദ്രനോടുള്ള സ്നേഹം അതാ. പക്ഷെ നമ്മൾ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അല്ലേ. പിന്നെ നമുക്ക് വേറൊരു കാര്യം ആലോചിച്ചറിയാം. അഹല്യൊക്കെ നല്ല പാതിപുറത്തിപ്പം ഈ ശീലാവതിയെ പറഞ്ഞ അപ്പോൾ അവർക്ക് ഇന്ദ്രൻ വേഷം മാറി വന്നാലൊക്കെ അഹല്യയ്ക്ക് അറിയാം. പക്ഷെ മനഃപൂർവ്വം ഇന്ദ്രൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കുക എന്നുള്ളിലും കൂടി ഉണ്ട് ഒരു തോന്നൽ. അതിനുശേഷമാണല്ലോ ഗൗതമ മഹർഷി വന്നതും 2 ആൾക്കും ശാപം കൊടുത്തു. ഇന്ദ്രനും ശാപം, അഹല്യയ്ക്കും ശാപം, പാറക്കല്ലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ രാമായണത്തിൽ വായിക്കുക അല്ലേ. പിന്നെ ശ്രീരാമസ്വാമി വന്നു പാദം കൊണ്ട് തൊട്ട സമയത്ത് അഹല്യയ്ക്ക് മോക്ഷം കിട്ടി എന്നാണ് പറയുന്നത്. ഏതായാലും ഈ 2 കുട്ടികൾ ആശ്രമത്തിൽ വളർന്ന സമയത്ത് കുട്ടികൾ വളർന്നോട് വന്നു. കുട്ടികളുടെ ശ്രദ്ധയോട് കൂടിയിട്ട് അഹല്യയ്ക്ക് ഭർത്താവിൻ്റെ പൂജ സാമഗ്രികളും പൂജയ്ക്കും ഒരുങ്ങാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സമയത്ത് പുഷ്പം കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല, ഒക്കെ മുടങ്ങണം. അപ്പോൾ ഗൗതമ മഹർഷിക്ക് ദേഷ്യം വന്നു. എന്താ അപ്പോൾ കാരണം? ഇപ്പം ഈ കുട്ടികളാണ്. ഈ 2 കുട്ടികളുടെയും മുഖം കുരങ്ങന്മാരുടെ മുഖമായി പോട്ടെയോ, കുരങ്ങൻ കുട്ടികളായി മാറി ഈ കുട്ടികളാണ്. ഇത് ഇന്ദ്രനാണ്. ഇപ്പം എന്താ ചെയ്യുക? വേഗം ആ 2 കുട്ടികളെ കൊണ്ടുപോയിട്ട് കിഷ്കിന്ധയിൽ കൊണ്ടുപോയിട്ട് വന്നു. അതാണ് ബാലി സുഗ്രീവനും. അവരങ്ങനെ കിഷ്കിന്ധയിൽ വളർന്നു എന്നാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ആദ്യം നിങ്ങൾക്ക് വിസ്തരിച്ച് ആ കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നതെന്ന് മാത്രം. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് നമുക്ക് പോവാം. പിന്നെ കിഷ്കിന്ധയിൽ വളർന്നതും ബാലിസുഗ്രീവൻ ആയിട്ടുള്ള കാര്യം. കാരണം ബാലിസുഗ്രീവന്മാർ ഏത് നിലയ്ക്കാണ് അവർ വളരെ സന്തോഷത്തോടു കൂടി വളർന്നിട്ട് ജീവിച്ച കുട്ടികൾ തമ്മിൽ വൈരാഗ്യം ഉണ്ടായതൊക്കെ മാതംഗ മഹർഷിയുടെ ശാപം അറിഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുകൊണ്ട് നിങ്ങൾക്കറിയാത്ത മറ്റൊരു ഭാഗത്തേക്ക് കുറച്ച് വേഗത്തിലെത്തിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാൻ പോവുകയാണ്. സുഗ്രീവൻ്റെ ആജ്ഞപ്രകാരം ലങ്കയിലേക്ക് ഹനുമാൻ പോകാൻ തയ്യാറായി അല്ലേ. അവിടെ ലങ്കാലക്ഷ്മി ഹനുമാനെ ചെന്ന വഴിക്ക് തടുത്തു. ഹനുമാൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയോട് കൂടിയിട്ട് ദേവസ്ത്രീയായി മാറി അല്ലേ. അതുകൊണ്ട് അനുഗ്രഹിച്ച് അവിടുന്ന് പോയി പറയുന്നത്.
ആരായി ദേവസ്ത്രീയായി മാറിയ ആ സ്ത്രീ ആരാണെന്ന് കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് അവർക്കിങ്ങനെ ലങ്കാലക്ഷ്മിയായിട്ട് താമസിക്കേണ്ടി വന്നു? രാവണൻ്റെ കോട്ടക്കാരിയായിട്ടാണ്. അഷ്ടലക്ഷ്മി എന്ന് കേട്ടിട്ടില്ലേ? ലക്ഷ്മിമാരെ ധനലക്ഷ്മി, ഗജലക്ഷ്മി, ആദിലക്ഷ്മി, ഐശ്വര്യലക്ഷ്മി, സന്താനലക്ഷ്മി, വീരലക്ഷ്മി, വിജയലക്ഷ്മി, ധാന്യലക്ഷ്മി. ഇവരാണ് അഷ്ടലക്ഷ്മി. ഇത് വിജയലക്ഷ്മി ദേവലോകത്ത് ബ്രഹ്മാവിൻ്റെ കലവറ സൂക്ഷിപ്പുകാരിയായിരുന്നു. അപ്പോൾ കലവറ സൂക്ഷിപ്പുകാരി ആയിരിക്കുന്ന സമയത്ത് കലവറയിലല്ലേ കാര്യം, ചെറിയ ചില തിരുമറികൾ അവിടെ നടത്തി. ഇത് ബ്രഹ്മാവ് അറിഞ്ഞ് ശപിച്ചു. ഭൂമിയിൽ പോയിട്ട് രാവണൻ്റെ കോട്ടയിരുന്ന രാക്ഷസിയായി മാറി അവിടെ നിൽക്കട്ടെ വന്ന് ശപിച്ചു. ശപിച്ച സമയത്ത് അവൾ കരഞ്ഞ് ശാപമോക്ഷം ചോദിച്ചു. ശാപമോക്ഷം ചോദിച്ച സമയത്ത് പറഞ്ഞു, ഈ ത്രേതായുഗത്തിൽ സീതാന്വേഷണത്തിനായി വരുന്ന ഹനുമാൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയാൽ കണക്ക് ശാപമോക്ഷം ചോദിച്ചാൽ വീണ്ടും ഇവിടെ ദേവലോകത്തേക്ക് വരാം എന്ന് പറഞ്ഞ് ശാപമോക്ഷം കൊടുക്കുകയാണ്. അങ്ങനെയാണ് ആ ലങ്കാലക്ഷ്മി ശാപമോക്ഷം കിട്ടി വിജയലക്ഷ്മിയായി വീണ്ടും ദേവസ്ത്രീയായിട്ട് അവിടെ എത്തുന്നു പറഞ്ഞ ഭാഗമാണ്. ഇനി മറ്റൊരു കഥയിലേക്ക് പോവുകയാണ് നമ്മൾ. സീതാലക്ഷ്മി ആരാണെന്ന് കേട്ടിട്ടുണ്ടോ? സീത, ശ്രീരാമസ്വാമിയുടെ ഭാര്യയായി വന്ന സീത. പണ്ട് ഇതിലൊക്കെ കുറേശ്ശെ ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ സമയത്തിനനുസരിച്ച് നാളെ ഉണ്ടെങ്കിൽ നാളെ പറയാം. പണ്ട് കുശധ്വജൻ എന്ന് പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. കുശധ്വജൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് മാലാവതി. ഇവരെ കല്യാണം കഴിച്ച് കുറച്ച് കാലത്തിൽ കുട്ടികളുണ്ടായില്ല. അത് കഴിഞ്ഞ ശേഷം ഭഗവാനെ പ്രാർത്ഥിച്ച് അവർക്ക് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ഒരു പെൺകുട്ടി. കുട്ടി ജനിച്ചതും ഈ കുട്ടി വേദധ്വനി മുഴക്കി. അപ്പോൾ എന്തോ പ്രത്യേകത ഉണ്ട് തോന്നി. വേദധ്വനി മുഴക്കിയതുകൊണ്ട് ആ കുട്ടിക്ക് വേദവതി എന്ന് പേരിട്ടു രാജാവ്. അങ്ങനെ ആ കൊട്ടാരത്തിൽ അവർ വളരണം. വളർന്ന് കുട്ടി പ്രായം കുറച്ചിങ്ങനെ ആയിങ്ങനെ വളരുമല്ലോ കുട്ടികളെ. ബുദ്ധി വെച്ചോട് കൂട്ടി കുട്ടിക്ക് അച്ഛാ എനിക്ക് തപസ് ചെയ്യണം, എനിക്ക് തപസ് ചെയ്യണം, എനിക്ക് തപസ് ചെയ്യണം, തപസ് ചെയ്യണം എന്നുള്ള ഒരേ വിചാരം മാത്രമേ ഉള്ളൂ. അതൊന്നും പറ്റില്ല മോളെ, നമുക്കതൊന്നും പറഞ്ഞേ പറ്റില്ല, എനിക്കതേ പറ്റില്ല. എന്തിനാ മോളിങ്ങനെ തപസ് ചെയ്യണം? എനിക്ക് ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണം, അതാണ് എൻ്റെ ആവശ്യം. അതിനൊന്നും നമുക്കായിട്ടില്ല മോളെ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്ത് പറഞ്ഞാലും, കുശധ്വജനും മാലതി എന്ത് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല. അവസാനം അവളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ സമയത്ത് പുഷ്കരദ്വീപിൽ ചെന്നിട്ട് ഈ കുട്ടി തപസ് തുടങ്ങി. അങ്ങനെ തപസ് എന്തിനാണ് തപസ് എന്ന് വെച്ചാൽ പെട്ട സമയത്ത് ഒരു അശരീരി കേട്ടു, മോളെ ഈ ജന്മത്തിൽ ഭഗവാൻ നമുക്ക് ഭർത്താവായിട്ട് കിട്ടില്ല, പക്ഷെ ഇതിന് പകരമായിട്ട് അടുത്ത ജന്മത്തിൽ ഭഗവാൻ എൻ്റെ ഭർത്താവായിട്ട് വരും. ഇപ്പം നീ തപസ് നിർത്തി വീട്ടിലേക്ക് പൊയ്ക്കോളൂ പറഞ്ഞൊരു അശരീരി കേട്ടു. ശരി പറഞ്ഞ കുട്ടി വന്നു, അച്ഛനോട് ഈ വിവരമൊക്കെ പറഞ്ഞു. പക്ഷെ എന്നിട്ടും പോരാ, എനിക്ക് ഭഗവാനെ തന്നെ ഇനിയും ഭജിക്കാൻ ഞാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. വീണ്ടും ആ കുട്ടി സ്ഥലമൊന്ന് മാറ്റി പിടിച്ച് തപസ് ചെയ്തു. ആ സമയത്ത് രാവണൻ
ലോകം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്നു. രാവണൻ അവിടെ വന്നിട്ട് ഈ കുട്ടി നല്ലൊരു പെൺകുട്ടിയല്ലേ എന്ന് തപസ് ചെയ്യുന്ന കണ്ട സമയത്ത് രാവണൻ കയറി പിടിച്ചു, കൈ പിടിച്ച് കുടിച്ചു ഉണർത്തി. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ രാവണനാണ്. എന്താ നിങ്ങൾ കാണിച്ചത്? ഞാൻ ഭഗവാനെ തപസ് ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ തപസ് നിങ്ങൾ മുടക്കി. ഇപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ എന്തിനാണ് നീ തപസ്സിന് പോകുന്നത്? അത് ഞാനല്ലേ തീരുമാനിക്കാൻ. ഏതായാലും എൻ്റെ തപസ് മുടക്കി, ഇനി എനിക്ക് നിങ്ങളായിട്ട് എന്നെ അശുദ്ധിപ്പെടുത്തി ജീവിക്കണ്ട, ഞാൻ എൻ്റെ മരണം കർത്തം പോകാമെന്ന് പറഞ്ഞാൽ കുട്ടി അങ്ങനെ പോയിട്ട് ആത്മഹത്യ ചെയ്തു. പക്ഷെ അതിന് മുമ്പായിട്ട് എന്നെ ഇപ്പം ഇങ്ങനെയുള്ള ഈ തപസ് മുറിക്കൽ ഞാൻ തന്നെ കാരണം, അടുത്ത ജന്മത്തിൽ താങ്കൾക്ക് മരണത്തിന് കാരണമായി മാറും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി തൻ്റെ ജീവനെ വെടിഞ്ഞു. ആ കുട്ടിയാണ് ഇവിടെ സീതാദേവിയായിട്ട് ജനകന മഹാരാജാവിന് കിട്ടി എന്ന് പറഞ്ഞല്ലേ, ഈ കുശധ്വജൻ എന്ന് പറഞ്ഞ ആളുടെ മകളാണ്. ആദ്യം അവിടുന്ന് രാവണൻ തൊട്ട വഴിക്ക് ആ തപസ്സിൻ്റെ ശക്തി കൊണ്ട് രാവണനെ സ്തംഭിപ്പിച്ച് നിർത്തി. സംസാരിക്കാനും കൂടിയും പറ്റാത്ത രീതിയിൽ രാവണൻ നിന്നു എന്നാണ് പറയുന്നത്. പക്ഷെ പിന്നെ ഭഗവതി അത്രയും രാവണൻ വിളിച്ച് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബികേ ഗൗരി നാരായണീ നമോസ്തുതേ പറഞ്ഞിട്ട് വിളിച്ച് നമസ്കരിച്ച സമയത്ത് പെട്ടെന്ന് നമസ്കരിക്കാനും സാധിക്കില്ല, അനങ്ങാൻ പറ്റാത്ത കാര്യത്തില്ല. പക്ഷെ ഭഗവതി അങ്ങേയറ്റം വിളിച്ചപ്പോഴാണ് രാവണന് കഷ്ടിയൊന്ന് സംസാരിക്കാനായത്. ആ സമയത്ത് ഈ കുട്ടിയുടെ ഇങ്ങനെ ഒരു മറിവ് കൊടുത്ത് ഞാൻ എൻ്റെ ജീവൻ നാശം വരുത്താൻ പോവുകയാണോ പറഞ്ഞ് ആ കുട്ടി അവിടുന്ന് പോവുകയാണ്. ഇനി ബാലി ഇന്ദ്രൻ്റെ മകനാണെന്ന് പറഞ്ഞില്ല, മനസ്സിലായി. ആ സമയത്ത് ഇന്ദ്രൻ ബാലിക്ക് ഒരു മാല കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ രാമായണത്തിൽ വായിക്കും. അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കും അച്യുതൻ നൽകിയ മാല സുഗ്രീവൻ നമ്മൾ വായിക്കുന്ന ഭാഗത്തിൻ്റെ അല്ലേ. ഇത് ഹനുമാൻ സ്വാമിക്ക് അറിയാം. ബാലി പക്ഷെ വരാൻ പാടില്ല പറഞ്ഞ സുഗ്രീവൻ ബാലിയെ പേടിച്ച് ഈ ഋഷിമുഖാചരത്തിൽ അവിടെയാണ് മാതംഗ മഹർഷിയുടെ അവിടെയാണ് താമസിക്കുന്നത്. പക്ഷെ ബാലി രാവിലെ ദിവസേനം തർപ്പണത്തിന് പോകും. 7 സമുദ്രങ്ങളിൽ പോയിട്ട് തർപ്പണം നടത്തുന്ന കാര്യമാണ്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴും എവിടെ സുഗ്രീവൻ മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടോ ഋഷിമുഖാചരത്തിൽ എത്തിയിട്ട് നോക്കിയിട്ട് ഓരോ ചവിട്ട സുഗ്രീവനെ ഓരോ ചവിട്ട് കൊടുക്കും. അങ്ങോട്ട് പോകുമ്പോഴും ഒന്ന് ചവിട്ടും, തിരിച്ചു വരുമ്പോഴും ഒന്ന് ചവിട്ടും. രാവിലെ എവിടെ പോയി ചോദിച്ചാലും ഭാര്യ കണ്ടുപിടിക്കുകയാണ്. എന്താ ഇനി ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചു. തൻ്റെ അച്ഛനായ ആദിത്യ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അതിന് വഴി ഞാൻ പറഞ്ഞുതരാം. അവർക്ക് ഹനുമാനെ വിളിച്ചിട്ട് സൂര്യദേവൻ പറയും, ഇങ്ങനെ ബാലിയുടെ ഒരു ശല്യമുണ്ട്, ഏതെങ്കിലും നിലയ്ക്ക് അതൊന്ന് നിർത്തിക്കൊടുക്കണം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് ആയിക്കോട്ടെ ശരി പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് സമയം എത്തിയപ്പോൾ ഹനുമാൻ സ്വാമി അവിടെ എത്തിയിട്ട് സുഗ്രീവൻ ഭാര്യ വരുന്ന സമയത്ത് സുഗ്രീവനെ ചവിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമി കാലിൽ പിടിച്ചു. മുഖത്തേക്ക് നോക്കില്ല. കാരണം മുഖത്തേക്ക് നോക്കിയാൽ ഹനുമാൻ സ്വാമിയുടെ പകുതി ശക്തി ബാലിക്ക് പോകും. മുഖം താഴ്ത്തിക്കൊണ്ട് കാല് പിടിച്ചു. കാല് പിടിച്ചിട്ട് പറഞ്ഞു, ഇനി അനുജനെ ചവിട്ടിയാൽ ഞാൻ ഈ കാല് എന്തായാലും നിലത്ത് മുട്ടിച്ചാൽ ഭാര്യയുടെ കഥ കഴിയും. മുഖം നോക്കാതെ പറയണേ, മുഖത്ത് നോക്കിയാൽ ശക്തി പോകും. മുഖം നോക്കാതെ പറയണം. അതോടുകൂടിയിട്ടാണ് പിന്നെ ഈ സുഗ്രീവനുള്ള ഈ അപകടത്തിന് രക്ഷപ്പെട്ട് എന്ന് പറയും.
ഇനി രാമായണത്തിൻ്റെ അവസാന ഭാഗം കൂടി ചെറുതായിട്ടൊന്ന് പറയാം. പിന്നെ ബാക്കി ഉണ്ട്. അത് നമുക്ക് നാളേക്ക് ആ വിശ്വാമിത്രൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഗംഗയുടെ ആവിർഭം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. ഇവിടെ ചെറുതായിട്ട് ലക്ഷ്മണോപദേശത്തെക്കുറിച്ചിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. ലക്ഷ്മണൻ കൈകേയിയുടെ ഇത് പ്രകാരത്തിൽ ശ്രീരാമസ്വാമി കാട്ടിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ട് അമ്മയുടെ അടുത്ത് വന്നിട്ട് യാത്ര പറയാൻ വേണ്ടി കൗസല്യാദേവിയുടെ അടുത്ത് വന്നിട്ട് ശ്രീരാമസ്വാമി വന്ന സമയത്ത് ലക്ഷ്മണനുണ്ട് ഒപ്പം. ആ ലക്ഷ്മണൻ അത്രയധികം കണ്ട് ദേഷ്യപ്പെട്ട് അല്ലേ, അച്ഛനെ എന്തൊക്കെ പറയണമെന്നില്ല അല്ലേ, ഒരു ശ്രീലമ്പടൻ അപ്പുറത്തും അങ്ങനെയൊക്കെ അത്രയും ദേഷ്യമുണ്ട്. ഞാൻ അച്ഛനെ ഇപ്പം കൊന്ന് ഞാൻ അങ്ങനത്തെ രാജാവാക്കി അവിടെ വാഴിച്ച് വെച്ചിട്ട് ഇരിക്കും എന്തൊക്കെ വായത് അത്രയും ദേഷ്യം ഇങ്ങനെ വന്ന സമയത്ത് പറയുകയാണ് ലക്ഷ്മണൻ അല്ലേ. കൗസല്യാദേവിയുടെ മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത്. ശ്രീരാമനും ലക്ഷ്മണനും കൂടി ശ്രീരാമൻ കൗസല്യാദേവിയുടെ അടുത്ത് കാട്ടിലേക്ക് പോകാനുള്ള ആജ്ഞ കേൾക്കാൻ വേണ്ടി വന്ന സമയത്താണ് അവിടെ വെച്ചിട്ടാണ് അമ്മയോട് ഈ ഭക്ഷണം ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ ക്ഷിപ്രമരണ്യവാസത്തിൽ ഇല്ലേ, നമ്മൾ ഭാഗവതത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ദേഷ്യം കൊണ്ട് നിൽക്കാൻ സാധിക്കാത്ത ആ ശ്രീരാമസ്വാമിയുടെ ആണെങ്കിൽ ശാന്തൻ ആണ്. ലക്ഷ്മണസ്വാമീനെ അടുത്തേക്ക് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഇത്രയും ദേഷ്യത്തിൽ നിൽക്കണേ. വത്സ സോദര അല്ലേ, ആ നമ്മൾ ഇതില്ലേ വളരെയധികം താമസുരത്തിൽ വിളിച്ചിട്ട് ലക്ഷ്മണനെ വിളിക്കണം. ലക്ഷ്മണൻ അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് വത്സ സൗമിത്രേ അല്ലേ അത്രയും വിളിച്ച് നിൽക്കുമ്പോൾ ലക്ഷ്മണൻ ഒന്നിങ്ങനെ നെട്ടി നിൽക്കുമ്പോൾ അങ്ങനെ ചെന്നിട്ട് ശ്രീരാമസ്വാമി ലക്ഷ്മണനെ ആലിംഗനം ചെയ്തു ആണല്ലോ ഇതൊരു വായിക്കണം. ആലിംഗനം ചെയ്യണം. ആലിംഗനം ചെയ്ത സമയത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളെ ആലിംഗനം ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് പനിയുള്ളവരടുത്തൊക്കെ പോയി തിന്നും കഴിഞ്ഞാൽ ചിലപ്പോൾ പനി നമുക്കിങ്ങനെ കയറും അങ്ങനെ പറഞ്ഞമാതിരി തന്നെ ഇപ്പോഴത്തെ വളരെ ശാന്തനായും കൊണ്ട് നിൽക്കുന്ന ശ്രീരാമസ്വാമിയാണ്. കോപം കൊണ്ട് ഇങ്ങനെ വിളർച്ച അച്ഛനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ലക്ഷ്മണസ്വാമി അല്ല ലക്ഷ്മണനാണ്. ആ വത്സ സൗമിത്രേ പറഞ്ഞിട്ട് നമ്മൾ ആ ഭാഗമൊക്കെ രാമായണത്തെ വായിച്ചാലും മതിയാവില്ല. അങ്ങനെയുള്ള ലക്ഷ്മണനെ കെട്ടിങ്ങിട്ട് പിടിക്കണം. കെട്ടിങ്ങിട്ട് പിടിക്കുമ്പോൾ എന്താണ് ശ്രീരാമസ്വാമിയുടെ ഉള്ളിലുള്ള ആ ശാന്തയുള്ള തണുപ്പ് ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോകുന്നു. ലക്ഷ്മണൻ്റെ അടുത്ത് അത്രയും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ആ ചൂട് ശ്രീരാമസ്വാമിയുടെ അടുത്തേക്കും വരണു. നീയ് ഇപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പറയുന്നത് എനിക്ക് വളരെ ഭംഗിയായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ലക്ഷ്മണോപദേശത്തിൽ നമ്മൾ വായിക്കുമ്പോഴേ ആദ്യത്തെ കാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പെട്ടുള്ള സമയത്ത് ഒരു വരി വായിക്കാം. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാജ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ആ ദേഷ്യക്കൊന്ന് ചെറുതായിട്ട് മാറ്റി നിർത്തി എൻ്റെ വാക്കുകൾ ഒന്ന് നീ ശ്രദ്ധിക്കുക.
നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നിതു മുന്നമേ ഞാനിടും. നിൻ്റെ തത്വം എന്താണെന്ന് എനിക്ക് മുന്നേ തന്നെ ധാരാളത്തിലറിയാം. നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപുരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും. എന്നോടുള്ള സ്നേഹം അത്രയും കൂടുതലാവതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം ആ ദേഷ്യം വന്നിട്ട് എന്തൊക്കെ ഇപ്പം നീ അച്ഛനെ പറഞ്ഞത് അത്രയും നാണ്. അപ്പം ആ വത്സ സൗമിത്രേ എന്ന് വിളിക്കുന്നതോട് കൂടിയിട്ട് തന്നെ ഒന്ന് ഇതായി. പോരാത്തതിന് പോയി ആലിംഗനം ചെയ്തു. അതോട് കൂടിയിട്ട് തന്നെ ലക്ഷ്മണൻ ആകെ ഒരു, ഞാൻ പറഞ്ഞല്ലേ ഈ ശ്രീരാമസ്വാമിയുടെ തണുപ്പ് ദേഷ്യം വന്ന് നിൽക്കുന്ന ആളമേരിക്ക് നല്ല പകർന്നു. എന്നോടുള്ള ആ സ്നേഹം കൊണ്ട് മാത്രമാണ് സ്വന്തം അമ്മ അപ്പുറത്ത് നിൽക്കേണ്ടത്. കൗസല്യാദേവി അമ്മയുടെ മുമ്പിൽ വെച്ചിട്ടാണ് വന്നത്. നിനക്ക് എന്നോടുള്ള സ്നേഹം അത്ര ഇവിടെ ആർക്കും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിൽ ഒന്നിതൂ കേൾക്ക നീ. നിനക്ക് സാധിക്കാത്തൊന്നുമില്ലാന്ന് എനിക്കറിയാം. കാരണം നമുക്കറിയണമല്ലോ ശ്രീരാമൻ്റെ സമയത്ത് ആരാണ് ലക്ഷ്മണൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഇവിടെ പനിജനായിട്ടാണ് വന്നത്. ഇനി ഭാഗവതം പറയുമ്പോൾ അവിടെ ഏട്ടനായിട്ടാണ് വരിക അല്ലേ? അത് എനിക്കത്രയും അറിയാം. അതുകൊണ്ട് നമുക്കതിന് എല്ലാത്തിനുള്ള കഴിവുണ്ട്, എനിക്കറിയാം. പക്ഷേ വിശ്വവും നിശേഷധാന്യധാനാദിയും സത്യമെന്നാകിലേതൽ പ്രയാസം തവ യുക്തമല്ലാതായ്കലെന്തിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് പറയണം. ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതേമാതിരി പെട്ടെന്ന് ഇങ്ങനെ ഒരു ആ ക്രോധം വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലാണ് നമുക്ക് പറയാൻ പിടിച്ചാൽ കിട്ടില്ല. നമ്മളോടനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വളരെയധികം ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി നമ്മളോട് വളരെയധികം ദേഷ്യമായിട്ട് സംസാരിച്ച് അതേമാതിരി ദേഷ്യത്തിൽ നമ്മൾ പറഞ്ഞാലോ ഭയങ്കര പ്രശ്നമാവും അവിടെ. അതേ സമയത്ത് ദേഷ്യത്തിലായിട്ട് പറയാനൊക്കെ പറഞ്ഞ് മൂളി കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിങ്ങനെ തണുത്ത് നമ്മൾ ഈ ഭാഗവതം പറയുമ്പോഴേ അതിൽ ഒരു ഉപദേശം സ്വന്തം മക്കളെയൊക്കെ വിളിച്ചിട്ട് ഋഷഭോപദേശം ഞാൻ പറയും. എല്ലാവരും പ്രത്യേകിച്ച് കേൾക്കേണ്ടതാണ്. സപ്താഹം പറയുമ്പോൾ പറയും എന്താ അതിൽ ഋഷഭദേവൻ 100 മക്കളാണ്. ഋഷഭദേവന് ജയന്തിയിലുണ്ടാവുന്ന മക്കളെ നിങ്ങളെ കുട്ടികളെ ഈ ഇവിടെ ആചാര്യന്മാർ പറയുന്ന ഋഷഭോപദേശം ഒന്ന് കേൾപ്പിക്കുക വേണ്ട. പക്ഷെ അതൊന്നും ആരും ചെയ്യില്ല. കാരണം എല്ലാവർക്കും കുട്ടികൾ രാവിലെ നിന്നിട്ട് അവരെ വേണ്ടി കയറ്റലും സ്കൂളിലേക്ക് പോക്കൊക്കെയാണ്. അല്ലെങ്കിൽ ഇനി സ്ത്രീകളെങ്കിലും ഒരാഴ്ച ലീവ് എടുത്തിട്ട് സപ്താഹമോ വിവാഹമൊക്കെ കേൾക്കാൻ പോയാൽ അതിന്ന് പലതും മനസ്സിലാക്കാണ്ട് ആർക്കും പക്ഷെ സമയമില്ല. ഒരിക്കലും നിങ്ങളാരും എന്ത് പ്രശ്നം വന്നാലും ഭാര്യയും ഭർത്താവും കൂടി കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് വഴക്ക് പറയരുത് എന്നാ പറയുന്നത്. കാരണം അവരത് കേട്ടിട്ടാണ് വളരുക അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ ആൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ, അച്ഛൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അച്ഛന് സിഗരറ്റ് വലിയോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും മോശം അല്ലെങ്കിൽ പൊടിയോ അല്ലെങ്കിൽ മുറുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരിക്കലും അത് ചെയ്യരുത്. അവരിത് അച്ഛനല്ലേ ചെയ്യണം പിന്നെന്താ എന്നുള്ളൊരു ധാരണ വരും. അത് ഒരിക്കലും ചെയ്തു. അതേമാതിരി തന്നെ അച്ഛനും അമ്മയും കൂടി ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് എപ്പോഴും അത്ര നീ ചെയ്ത് ശരി അത്ര നിങ്ങൾ അങ്ങനെ പറഞ്ഞ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊരിക്കലും പറയരുത്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം സമാധാനിച്ച് നിൽക്കുക. എന്നിട്ട് രാത്രി ആകുമ്പോൾ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് കുട്ടികൾ നീയെ ശരിയായതാ. അപ്പോഴേക്ക് നമ്മുടെ ഈ ക്രോധം വളരെ അടങ്ങി. അത് നീ ഇത് ശരിയായോ, അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്, ഇങ്ങനെയല്ലേ വേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ അല്ല ഞാനത് അപ്പം അങ്ങനെ പറഞ്ഞ് അപ്പം അങ്ങനെ പറയുമ്പോൾ
ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ ഇന്നലെ ഉണ്ടായത് പറയട്ടെ. കുറച്ച് ദൂരെയായിരുന്നു, ഞാൻ വളരെ ഒരു സംഭവം കഴിഞ്ഞിട്ട് വരിക. അപ്പം അവിടേക്ക് പോകണം. ഞാനും വൈഫുണ്ട് വായിക്കാൻ. അവരെ കൂട്ടിയിട്ട് ഞാൻ സപ്താഹത്തിനൊക്കെ എപ്പോഴും പോരാ. അപ്പം ഇവിടേക്ക് പ്രഭാഷണം പറഞ്ഞ് കൊണ്ടുവരുന്നതാണ്. കഠിന മഴ, 6 മണിക്ക് അവിടെ തുടങ്ങണം. വീട്ടിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ പോകാണ്ട്. മഴയത്ത് ഇങ്ങനെ ഓടിച്ച് പോകണ്ടേ, കണ്ണും കാലും. അപ്പം തട്ടങ്ങി വരെ വേണ്ടാത്ത ആര് പറഞ്ഞാലും അപ്പം അത് ഏൽക്കും. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? എന്താപ്പം നിൽക്കുന്നത്? അയ്യോ പട്ടി വേണ്ട ചീത്ത. കാറ് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ അമ്പലത്തിലെത്തുന്നവരക്ക് ചീത്ത. എന്നാ മുണ്ടിയില്ല ഞാൻ. അപ്പം എന്തേലും മുണ്ടിയ ദേഷ്യപ്പാ വിട്ട് ഇങ്ങോട്ട് പറയും. എന്നിട്ട് മാത്രമല്ല, ഞങ്ങൾ 2 ആളേ ഉള്ളൂ വീട്ടിലേ. മക്കൾ 2 ആളും ദൂരത്താണ്. ഞാൻ എന്നെ അപ്പം പറയും കുട്ടികളെ വിളിച്ചിട്ട്, അച്ഛനോട് വേണ്ട പറഞ്ഞാലും അച്ഛൻ ആരെന്ത് പറഞ്ഞാലും ഏൽക്കും. എന്നിട്ട് ഇന്ന മുഴുവനെ കേട്ടു, അമ്പലത്തിലെത്തുന്നവരെ കേട്ടു. അത് കഴിഞ്ഞു അമ്പലത്തിൽ ഞങ്ങളെത്തി, വായനയ്ക്ക് കയറി. അതോടുകൂടിയൊക്കെ പോയി. പിന്നെ സഹസ്രാമൊക്കെ കഴിഞ്ഞ് വായനയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം അമ്പലക്കൊക്കെ തണുത്തിട്ട് നല്ല വായിക്കാൻ കൊടുത്തു ഞാനേ. അതോടുകൂടി എനിക്ക് നല്ല സന്തോഷമായിട്ട് കണ്ടോ. നേരെ മറിച്ച് കാറിന് ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഊക്കം മുഴക്കാം. അത് എവിടെയായിട്ട് കൊണ്ടുവരും. മഴയാണേ, നല്ല മഴ. എന്തെങ്കിലും പറ്റിയാലോ അപ്പോഴും കുഴപ്പമില്ല. അപ്പോൾ അതേമാതിരിയാണ് ഇവിടെ. നമുക്ക് ഈ ഉദാഹരണം കാണുമ്പോൾ ഈ ലക്ഷ്മണൻ അത്രയും കത്തിജ്വലിച്ച് അച്ഛനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ അങ്ങനെ ചെയ്യും. എന്നിട്ട് ഞാൻ ഏട്ടൻ രാജാവാക്കി വായിക്കുന്നു പറഞ്ഞ സമയത്ത് ശ്രീരാമൻ വളരെ കൂളായിട്ട്, വത്സ സൗമിത്രേ കുമാരാ നീ കേൾക്കണം, വത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. നിനക്ക് എന്നെ അത്രയധികം ഇഷ്ടം ഉണ്ടാവുകൊണ്ടാണ്. അപ്പോൾ തന്നെയാണ് കൃഷ്ണോപദേശം പറയുമ്പോഴും പറഞ്ഞത്, നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് അത്ര ആയാലും അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളൊന്നും ചെയ്യരുത്. അത് കഴിഞ്ഞാൽ അപ്പോഴേക്കൊക്കെ അവർ തണുക്കുകയും ഇപ്പോൾ ഇന്നലെ മഴ കൊണ്ടിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും പൂമ്പുള്ള വിഷം അതായത് വൈകുന്നേരം അവർക്കൊക്കെ മാറി. എനിക്ക് സന്തോഷമായിട്ട് ഞാനതപ്പം നേരെ മറിച്ച് ഞാനപ്പം അവരോട് അപ്പം മറുപടി പറയാമെന്ന് ഞങ്ങളവന്ന് കാറിൽ വെച്ച് വല്ല അടി നടക്കും ഇല്ലേ. അപ്പോൾ അത് നമ്മൾ ഇതൊക്കെ ഈ ഭാഗവതമൊക്കെ വായിക്കൊണ്ട് കിട്ടുന്ന ആ ഒരു ക്ഷമയാണ് കേട്ടോ. അപ്പം അതേമാതിരി നിങ്ങളും ഭാഗവതം രാമായണം ബാക്കിയുള്ള കാര്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്ഷമിച്ച് എല്ലാവരോടും പെരുമാറാൻ തോന്നുമെന്നാണ് പറയണത്. ഞാനൊരു ഇനിയുണ്ട് കുറേ പറയാൻ. അതുകൊണ്ട് ഒരു കീർത്തനം നമുക്കിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ചെന്നിട്ട് 12 മണി വരെ എനിക്ക് സമയം. അതുകൊണ്ട് ഞാനിവിടെ നിർത്താം. ബാക്കി ഞാനാണെങ്കിൽ അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്നുണ്ട്. ഒന്ന് എല്ലാവരും ഒന്ന് ഒപ്പം പാടി നമുക്കൊരു രസമാണ് കേട്ടോ. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ദശരഥന്നു പുത്രനായി കൗസല്യാത്മജനുമായി അവതരിച്ച പുണ്യകീർത്തി രാമ രാമ പാഹി മാം. യോഗിമാരുമായി ചെന്നു യാഗരക്ഷ ചെയ്തു, പിന്നെ വില്ലൊടിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. ക്രുദ്ധനായ പരശുരാമൻ തൻ്റെ ഗർവവുമടക്കി പ്രീതി പൂണ്ടനുഗ്രഹിച്ച രാമ രാമ പാഹി മാം. താതൻ തൻ്റെ ആജ്ഞ കേട്ടു രാജവും കിരീടവും ത്യാഗം ചെയ്ത് കാടുപോക്ക രാമ രാമ പാഹി മാം. മുകുന്ദ രാമ പാഹി മാം.
മഹർഷിമാരെ ചെന്നു കണ്ട് സൽക്കരങ്ങൾ സ്വീകരിച്ചു. പഞ്ചവടി തന്നിൽ വാണ രാമ രാമ പാഹി മാം. ചാരനായി വന്നണഞ്ഞ മാനിനെ പിടിക്കുവാൻ ജാനകിയെ വിട്ടകന്ന രാമ രാമ പാഹി മാം. ഭിക്ഷുവായി വന്നടുത്ത ദുഷ്ടനാം ദശാനനൻ സീതയെയും കൊണ്ടുപോയി രാമ രാമ പാഹി മാം. പക്ഷിയാം ജടായുവിന്നു മോക്ഷവും കൊടുത്തുടൻ ശബരി തൻ്റെ ആശ്രമത്തിൽ ചെന്ന രാമ പാഹി മാം. ഖിന്നയായി അശോകവനം തന്നിൽ വാണ സീതയെ ചെന്നു കണ്ടു വായുപുത്രൻ രാമ രാമ പാഹി മാം. ഭക്തനാം വിഭീഷണനു രാജ്യവും കൊടുത്തുടൻ ലക്ഷ്മിയെയും വീണ്ടെടുത്ത രാമ രാമ പാഹി മാം. പുഷ്പകം കരേറി സീതാലക്ഷ്മണ സമേതനായി തുഷ്ടി പുണ്ടയോധ്യഭുക്ക രാമ രാമ പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ശ്രീരാമസ്വാമിയുടെ കഥ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഹനുമാൻ സ്വാമീനെ ഒന്ന് ധ്യാനിക്കലുണ്ട്. അതേമാതിരി ആ ഹനുമാൻ്റെയും കൂടി ചെറിയൊരു കീർത്തനം നിങ്ങൾക്ക് ചൊല്ലിത്തന്നിട്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മനോജവും മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാതാത്മനം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമചേവടി നിത്യം ഭജിക്കുന്ന മാരുതപുത്ര കപികുലബാന്ധവ കിഷ്കിന്ധ്യരാജനം ഭാര്യയെ കൊല്ലിച്ച ഹനുമാനേ. ശ്രീരാമചേവടി നിത്യം ഭജിക്കുന്ന മാരുതപുത്ര കപികുലബാന്ധവ കിഷ്കിന്ധ്യരാജനം ബാലിയെ കൊല്ലിച്ച ഹനുമാനേ. പൊന്മാനായി വന്നോരു മാരീജനെ കൊന്ന ശ്രീരാമചന്ദ്രൻ്റെ ദാസനായി വാഴുന്ന വായുതനയ കപികുലബാന്ധവ ഹനുമാനേ. ശ്രീരാമചേവടി നിത്യം ഭജിക്കുന്ന മാരുതപുത്ര കപികുലബാന്ധവ കിഷ്കിന്ധ്യരാജനം ബാലിയെ കൊല്ലിച്ച ഹനുമാനേ. സീതാപഹാരിയം രാവണ കുംകൃതി തീർപ്പാനായി ലങ്കയെ ചുട്ട
തൂകരിച്ചഥ മാരുതപുത്ര കപികുലബാന്ധവ ഹനുമാനേ ശ്രീരാമചേവടെ നിത്യം ഭജിക്കുന്ന മാരുതപുത്ര കപികുലബാന്ധവ കിഷ്കിന്ധ്യരാജനം ബാലിയെ കൊല്ലിച്ച ഹനുമാനേ സീതയ്ക്കു പണ്ടങ്കുലീയം വഹിച്ചുകൊണ്ടാമോദമോടെ കടന്നു പോയി സാഗരം വായുതനയ കപികുലബാന്ധവ ഹനുമാനേ ശ്രീരാമചേവടെ നിത്യം ഭജിക്കുന്ന മാരുതപുത്ര കപികുലബാന്ധവ കിഷ്കിന്ധ്യരാജനം ബാലിയെ കൊല്ലിച്ച ഹനുമാനേ ലങ്കയ്ക്കു പോകവേ തടസ്സമായി നിന്നൊരു നാഗജനനിയാം തുരസയെ തോൽപ്പിച്ച നമ്മൾ വായിക്കുമ്പോൾ കേൾക്കാറില്ലേ നാഗജനനി തടുത്തും അതെ ലങ്കയ്ക്കു പോകവേ തടസ്സമായി നിന്നൊരു നാഗജനനിയാം തുരസയെ തോൽപ്പിച്ച മാരുതപുത്ര കപികുലബാന്ധവ ഹനുമാനേ ശ്രീരാമചേവടെ നിത്യം ഭജിക്കുന്ന മാരുതപുത്ര കപികുലബാന്ധവ കിഷ്കിന്ധ്യരാജനം ബാലിയെ കൊല്ലിച്ച ഹനുമാനേ കൽക്കര പുഷ്പവും തേടി നടന്നതോ ഡംഭനം ഭീമന്റെ ഹന്ത തകർത്തു നീ വായുതനയ കപികുലബാന്ധവ ഹനുമാനേ ശ്രീരാമചേവടെ നിത്യം ഭജിക്കുന്ന മാരുതപുത്ര കപികുലബാന്ധവ കിഷ്കിന്ധ്യരാജനം ബാലിയെ കൊല്ലിച്ച ഹനുമാനേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹര ഹര മഹാദേവാ പാർവതീപതേ നമ മനോജവും ഭാരതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമുതം വരിഷ്ഠം വാനാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.